ജീവിതത്തിൽ എന്നുള്ളതാണ്. പല പുരാണങ്ങളെ പറ്റി നമുക്ക് കുറേശ്ശൊക്കെ അറിയാം, ചിലതിൽ അവഗാഹമുള്ളതുകൊണ്ട്. എങ്കിലും സാധാരണ മനുഷ്യൻ്റെ ജീവിതവുമായി ഇത്രമാത്രം ഇഴചേർന്നിട്ടുള്ള ഒരു പുരാണമോ അല്ലെങ്കിൽ വൈദിക ഗ്രന്ഥമോ ഇല്ല എന്ന് തന്നെ പറയും ഗീതയെപ്പോലെ. അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം വളരെയാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് തികച്ചും അനുയോജ്യനായൊരു മഹത് വ്യക്തിയെ തന്നെയാണ്. ശബ്ദം കേൾക്കാനില്ല. അദ്ദേഹത്തിന്റെ റേഞ്ച് പോയ ടെൻഷനുണ്ട്. ലെഫ്റ്റ് ആയിട്ടൊന്നും കണ്ടു, റേഞ്ച് പോയ ടെൻഷനുണ്ട്. ചേട്ടൻ ലെഫ്റ്റ് ആയതല്ലോ, ലെഫ്റ്റ് ആയിരിക്കണല്ലോ. എന്തോ ഞാൻ ടേക്ക് ഓവർ ചെയ്യാം. എന്തോ എനിക്ക് അവിടെ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. ഞാൻ ശ്രീധരനാണ്, ശ്രീധർ കടമ്പനാല്, സൗരയുടെ വൈസ് ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ചെയർമാന്റെ കണക്ഷൻ പോയപ്പോൾ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ ഞാൻ വൈസ് ചെയർമാൻ അപ്പോ കണക്ഷൻ പോയതാണെന്ന് തോന്നുന്നു. അവിടെ റേഞ്ചിന് പ്രശ്നമുണ്ട്. അപ്പൊ നമുക്കിന്ന് പറയേണ്ട കാര്യമില്ല. ഭഗവത്ഗീതയെ പറ്റി എന്ത് പറയാനാണ്? അത് വിശ്വം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു മഹാസാഗരം. അതിൽ ഏതാനും തുള്ളികൾ നമുക്കൊന്ന് ആസ്വദിക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം അത് പ്രായോഗികമാക്കാൻ ആക്കേണ്ടതാണ്. എത്രത്തോളം നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു എന്നുള്ള അറിയില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളത് തന്നെയാണ് ജീവിതത്തിൽ എല്ലാ സമയത്തും ചെയ്യുന്നത് തന്നെ. അറിഞ്ഞോ അറിയാതെ അത് തന്നെ ചെയ്യുന്നത്. പക്ഷെ നമ്മളതിനെ ഈ ഗീതയിൽ ഏത് ഭാഗത്താണ് ആ ഒരു വ്യാഖ്യാനം എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ അറിയാതെ തന്നെ ഗീത തന്നെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. അല്ലെ ഗീതയിലെ ഏതെങ്കിലും ഒരു അംശത്തിലെ തന്നെയാണ് നമ്മുടെ ഓരോ ജീവിത സംഭവങ്ങളും കടന്നു പോകുന്നത്. ഏതായാലും കൂടുതൽ നമ്മൾ ഉണ്ണീഷേട്ടൻ്റെ വാക്കുകളിലൂടെ നമുക്കിന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ആ പ്രഭാഷണത്തിനായിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിനായിട്ട് നാരായണനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. രണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഉണ്ണികൃഷ്ണൻ മാടവനയുടെ പ്രഭാഷണത്തിനായിട്ട് നമുക്കെല്ലാവർക്കും ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ ഭക്തിയോടെ ഇന്നത്തെ ഈ ശബരിയുടെ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മനസ്സിൽ അംഗം ഹരേ പുളകഭൂഷണമശ്രയന്തി ഗംഗാംഗനേവ മുകുളാഭരണം തമാലം മഹാലക്ഷ്മിയുടെ തൃപ്പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് മേലേണം നാരായണനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണത്തിനെ പറ്റി ഏതാനും വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രഭാഷണത്തിലേക്ക് കടക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രശസ്ത ആധ്യാത്മിക പ്രഭാഷകൻ ശ്രീ ഉണ്ണികൃഷ്ണൻ മാടവനെ പലർക്കും പരിചയം ഉണ്ടാവും. അദ്ദേഹം കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും പല വേദികളിലും ഇതുപോലെ ആധ്യാത്മിക പ്രഭാഷണം ഇപ്പോൾ നടത്തി വരികയാണ്. ഇദ്ദേഹത്തിൻ്റെ തറവാട് തൊടുപുഴയിലെ മാടവന തുരുത്തേൽ ആണ്. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പറവൂര് താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി പദവി, അച്ഛൻ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ അത് തുടർന്നു കൊണ്ടുപോകുന്നു. പിന്നെ PWDയിലെ ജീവനക്കാരനായിട്ടാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. റിട്ടയർമെന്റിന് ശേഷം മുഴുവൻ സമയവും ആധ്യാത്മിക പ്രഭാഷണത്തിനും സംഗീതത്തിന്റെ കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ നല്ല ഒരു അഭിനേതാവ് കൂടിയാണ്. 18ഓളം സിനിമകളിൽ വലുതും ചെറുതുമായ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പുതിയൊരു സിനിമയിൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ആകാശവാണി ആർട്ടിസ്റ്റ്, ഗായകൻ, അവതാരകൻ, ഗാനരചയിതാവ് എന്നീ നിലകളിലെല്ലാം തൻ്റെ കഴിവ് പ്രകടമാക്കി വരുന്നു.
പറവൂർ ഉപസഭയിലെ ഒരു സജീവ പ്രവർത്തനായ ഇദ്ദേഹം നമ്മുടെ യോഗങ്ങളിലെല്ലാം പ്രഭാഷണവും സംഗീതമൊക്കെ നടത്തി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം സമന്വയം സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ഇദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഇതുകൂടാതെ ഹിന്ദു ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷനായി ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഗീത പറവൂർ സമൂഹം സ്കൂളിലെ അധ്യാപികയായിരുന്നു. ഉണ്ണികൃഷ്ണനെ നമുക്ക് എല്ലാവർക്കും വളരെ പരിചയപ്പെടുത്തി കഴിഞ്ഞു നാരായണൻ അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പഠിക്കാം. സ്നേഹാദരപൂർവ്വം ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ പ്രണാമം. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? ഓഡിയോ ക്ലിയർ അല്ലേ? ക്ലിയറാ. ഓം ഗംഗണപതയേ നമഃ. ഓം മഹാദേവ്യൈ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. യോഗവീരം മഹാപൂജ്യൻ സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. അപ്പോൾ നമ്മുടെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. ഇപ്പം ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാ ഹിന്ദുക്കളും അതാണ് ആർക്കാ അറിഞ്ഞുകൂടാത്തതെന്ന് ചോദിക്കും. പക്ഷേ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന 4-5 തരം എനർജികൾ, അത് അനുഷ്ഠാനം, അത് എങ്ങനെ ഭക്തിപൂർവ്വം നമ്മളോട് ചെല്ലുമ്പോൾ ഭക്തി മാത്രമാണോ, അനുഷ്ഠാനമാണോ, ആരോഗ്യമാണോ നമുക്ക് പ്രദാനം ചെയ്യുന്നത്? സാമൂഹ്യമായ ഒരുപാട് കാര്യങ്ങൾ, ഇങ്ങനെ പല കാര്യങ്ങളും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന പോലെ തന്നെയാണ് ഭഗവത്ഗീതയും. കേട്ടിട്ടുണ്ട് നമ്മളെല്ലാവരും പറയും, ഞാനടക്കം. ഇത് അറിവിൻ്റെ വലിയൊരു ഗ്രന്ഥമാണ്. വാസ്തവത്തിൽ ഈ പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന 3 ഗ്രന്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടതുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും. അത് ഇവിടെ അറിയാൻ വരാത്തൊരു കുറവായിരിക്കും. എങ്കിലും ഞാനൊന്ന് പറയാം, ചിലർക്കെങ്കിലും സംശയങ്ങൾ തോന്നുമല്ലോ. അപ്പം ഈ പ്രസ്ഥാനത്രയത്തിൽ ഒരു പ്രായോഗിക അറിവ് അല്ലെങ്കിൽ പ്രായോഗിക ജ്ഞാനം, നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, എങ്ങനെ പ്രശ്നങ്ങളെ നേരിടാം, എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിന് പ്രദാനം ചെയ്യുന്ന ഒരു തിയറിറ്റിക്കൽ അല്ലാത്തൊരു പ്രാക്ടിക്കൽ ടെക്സ്റ്റാണ് ഭഗവത്ഗീത എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമല്ല, ഇത് ലോകത്ത് മുഴുവൻ അക്സെപ്റ്റ് ചെയ്തൊരു അഭിപ്രായമാണ്. കാരണം പല യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭഗവത്ഗീത. ഒരുപാട് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം അതിനകത്തെ പ്രാക്ടിക്കബിലിറ്റിയാണ്. അതിനകത്ത് ഞാൻ കണ്ണുമടച്ച് നീ ഭഗവാനെ വിചാരിച്ച് തപസ് ചെയ്തു എന്നല്ല പറയുന്നത്. പ്രായോഗികമായിട്ട് ജീവിതമാകുന്ന രണാങ്കണത്തിൽ അവിടെ വെച്ചാണ് ഉപദേശിക്കപ്പെട്ടത്. ഇതെങ്ങനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാമെന്നുള്ളതാണ്. കാരണം ഇതികർത്തവ്യ മൂഢതയും അതുപോലെ ആലസ്യവും നമുക്ക് ഭയവും തോന്നുന്ന ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും ഗീത ഒരു സഹായിയാണ്. ആ സഹായം എങ്ങനെ നമ്മളെ ടാപ്പ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പലർക്കും ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു അറിഞ്ഞൂടാ. പലർക്കും അറിയാം, പറയുമ്പോൾ അറിയാം. നമ്മൾ ഇന്നസെന്റ് ഒരു സിനിമയിൽ പറയുന്നല്ലോ, മനസ്സിലായിട്ടുണ്ട്, കേൾക്കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് പറയും. പക്ഷേ പ്രായോഗികമായിട്ട് എങ്ങനെ ടാപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ശരിക്കും അതിലേക്ക് കുറച്ചിറങ്ങി ചിന്തിച്ചാലേ നമുക്ക് പിടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനകത്ത് ഉടനീളം പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെ സ്വയം മാതൃകയാക്കിക്കൊണ്ടാണ്, ഒന്നിലും സ്പർശിക്കാതെ. അതാണ് ഗീതയിൽ എപ്പോഴും പറയുന്ന സ്ഥിതപ്രജ്ഞത്വം അല്ലെങ്കിൽ സമബുദ്ധി. ആ സമബുദ്ധി എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? സന്തോഷം വരുമ്പോൾ, നല്ല അനുഭവങ്ങൾ വരുമ്പോൾ മാത്രം സ്വീകരിക്കുക. അല്ലാത്തപ്പം നിലവിളിച്ച് കൈയും കാലും ഇട്ടടിച്ച് നിലവിളിക്കുകയും ചെയ്യുന്നാൽ ദുഃഖാനുഭവങ്ങളോ തിക്താനുഭവങ്ങളോ വരുമ്പോൾ, ദുരന്തങ്ങൾ വരും. ഇതൊക്കെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങും ഈ പരിപാടി. നമ്മൾ ഈ തടസ്സങ്ങളെ എങ്ങനെ നേരിടാം, ഈ തടസ്സങ്ങളിലേക്ക് എങ്ങനെ യുവതയെ, പ്രത്യേകിച്ച് യുവാക്കളാണ് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ യുവതികളും യുവാക്കളാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ലൗകികാത പോലുള്ള അപകടങ്ങളൊക്കെ ഇവർ പോയി ചാടുന്നത്. ഈ ടെസ്റ്റിന്റെ ഒരു പ്രാധാന്യം അവർ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്, അത് പഠിപ്പിക്കാത്തത് എൻ്റെ അടക്കമുള്ള സമൂഹത്തിന്റെ തെറ്റാണെന്ന് ഞാൻ പറയും. കാരണം ഞാനിവിടെ ക്ലാസ് എടുത്തിരുന്നു.
ഭഗവത്ഗീത മാത്രമല്ല ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ക്ലാസ് ഞാൻ എടുത്തിരുന്നു. പെരുവാരം പലർക്കും അറിയാം, ഇവിടെ പലർക്കും അറിയാത്തൊക്കെ. 8 വർഷമായി. അപ്പം ഞാൻ എൻ്റെ സ്വന്തം ചെലവിലല്ല, അത് പൈസയൊന്നും കിട്ടിയിട്ടല്ല. അപ്പം അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ദുഃഖിക്കരുത്. നത്വം ശോചിതും അർഹസി. നിങ്ങൾ പല ശ്ലോകത്തിലും നോക്കൂ, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ദുഃഖിക്കരുത്, ദുഃഖിക്കാൻ പാടില്ല. കാരണം എന്താണ്? ഇത് ഒരു പരിധിവരെ കർമ്മഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ കർമ്മഫലം നമ്മൾ നന്നാക്കുന്ന ഈ ജന്മം, ഈ പ്രാരബ്ധ ജന്മം എന്ന് പറയും, ഈ കറണ്ട് ജന്മം, ഇപ്പോഴത്തെ അനുഭവത്തിൽ എങ്ങനെ നന്നാക്കാം, അത് ഒരു 60% വരെ നമുക്ക് നന്നാക്കി ഈ ജന്മം നന്നാക്കാനും അടുത്ത ജന്മത്തേക്ക് അതൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ആഗാമി കർമ്മം എന്ന് പറയും, അതിലേക്ക് നമുക്ക് കൊടുക്കാനും സാധിക്കും. അതാണ് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്ന ദുഃഖിക്കുകയേ ചെയ്യരുത്. നീ നിന്റെ കർമ്മങ്ങൾ ഭംഗിയായിട്ട് ഈശ്വരനെ സാക്ഷിയാക്കിയിട്ട് അധർമ്മത്തിന്റെ അയലക്കത്ത് പോലും സ്പർശിക്കാതെ നീ കൃത്യമായിട്ട് ചെയ്തോ. നിനക്ക് അവസാനം എന്താണ്? അവസാനം ഭഗവാൻ പറയുന്നുണ്ട്, മോക്ഷ സന്യാസ യോഗം എന്ന് പറയുന്ന 18ാമത്തെ അധ്യായത്തിൽ കൊടുക്കുന്ന ഉപദേശം, സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നീ ദുഃഖിക്കരുത്, ശോചിക്കരുത്. അശോച്യാൻ അന്വശോചസ്തം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂനും അഗതാസൂംശ്ച നാനു ശോചന്തി പണ്ഡിത. ഭഗവാന്റെ ഉപദേശം തുടങ്ങുന്നത്, ഭഗവത്ഗീത എത്ര ശ്ലോകമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഇല്ലേ? ആർക്കെങ്കിലും പറയാമെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാൻ കേട്ടോ, സമയം കളയണ്ട. അപ്പൊ 900 തെറ്റാണ്. 700 യെസ് കറക്റ്റ്. 700 ശ്ലോകമാണ്. സരസ്വതി കേറിയോ? 700 ശ്ലോകമാണ് ഭഗവത്ഗീത. അത് 700 ശ്ലോകത്തിൽ എത്ര അധ്യായമാണെന്നറിയാമല്ലോ? 18 അധ്യായമാണ്. 18 അധ്യായത്തിൽ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗം. നമ്മുടെയൊക്കെ, അതായത് നമ്മളൊക്കെ അർജുനന്മാരാണ്. ഈ ജീവിതമാകുന്ന പോർക്കളത്തിൽ നമ്മളൊക്കെ അർജുനന്മാരാണ്. നമ്മൾ അർജുന വിഷാദ യോഗമാണ് ആദ്യത്തത്. അർജുനന്റെ ടെൻഷൻ, ഇപ്പോഴത്തെ അങ്ങനെ പറഞ്ഞാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. കൺഫ്യൂഷൻ, ടെൻഷൻ, ഭയങ്കര ടെൻഷൻ. ആ ടെൻഷനിൽ നിന്നുള്ള 2ാമത്തെ അധ്യായത്തിലേക്ക് അടക്കം ഭഗവാൻ ഉപദേശം തുടങ്ങുകയാണ്. ആ ഉപദേശം തുടങ്ങുന്ന 11ാമത്തെ ശ്ലോകത്തിലാണ്. 2ാം അധ്യായം സാഖ്യയോഗം 11ാം ശ്ലോകത്തില് അവിടെ ഉപദേശം തുടങ്ങുകയാണ്. എന്താണ്? അശോച്യാൻ അന്വശോചസ്തം. ജീവിതത്തിൽ ഒരുപാട് ഗീത പ്രായോഗിക ജീവിതത്തിൽ നിന്നാണ് ഈ വിഷയത്തിന്റെ പേര്. ജീവിതത്തിൽ ഒരുപാട് പ്രായോഗികമായിട്ട് അനുഭവമാകുന്ന ഒരു ശ്ലോകമാണത്. അല്ലെ, ഞാൻ വ്യക്തിപരമായിട്ട് പോലും അനുഭവസ്ഥനാണ്. അതെന്താ പറയുന്നേ? യുദ്ധസ്ഥലത്ത് വെച്ചാണ് ഉപദേശിക്കുന്നത്. എന്തുകൊണ്ട് യുദ്ധസ്ഥലം ഭഗവാൻ തിരഞ്ഞെടുത്തു? അതിനു മുമ്പ് പലപ്പോഴും ഇവർ തമ്മിൽ കളിച്ചും കുടിച്ചും ഒക്കെ നടന്നതാണ്. ഹേ യാദവ, ഹേ കൃഷ്ണ, ഹേ സഖേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്, ഇത് അളിയനാണ്, ചേട്ടനാണ് എന്നൊക്കെ പറഞ്ഞ് പേരും വിളിച്ച് കളിച്ച് നടന്നവരാണ് അവര്. ഇത് സാക്ഷാൽ ഈശ്വരന്റെ രൂപമാണ് 11ാം അധ്യായത്തിൽ വിശ്വരൂപ ദർശന യോഗത്തിൽ നമ്മൾ കാണുന്നത്. അതെ, അർജുനൻ കാണുന്നത്. നമ്മൾ അർജുനന്മാരാണല്ലോ. ആ കാണുന്ന വിശ്വരൂപം കണ്ടപ്പോൾ അർജുനൻ ഭയപ്പെട്ടു പോവുകയും അവിടെ വെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ രൂപം കണ്ടപ്പോൾ ഭയപ്പെട്ടു പോവുകയും അതോടുകൂടി ഭഗവാന് സറണ്ടർ ആവുകയാണ്. സാക്ഷാൽ ഈശ്വരനെ തന്നെയാണ് കണ്ടതെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി അതിൽ നിന്ന് മാറുകയാണ്. ആ വിശ്വരൂപ ദർശന യോഗം 11ാം അധ്യായം നിങ്ങൾ എല്ലാ ദിവസവും വായിക്കുന്നത് നല്ലതാണ്. കാരണം ആ അധ്യായം മാത്രം വായിച്ചാൽ, അത് ഗീതയുടെ ഈ നമ്മുടെ ഫലശ്രുതിയിൽ ഇത് പറയുന്നുണ്ട്, മനുഷ്യജന്മത്തിൽ നിന്ന് താഴെ പോകാതെ എങ്കിലും കഴിക്കാം. അടുത്ത ജന്മം പുഴുവായിട്ടോ പട്ടിയായിട്ടോ പക്ഷിയായിട്ടോ ആനയായിട്ടോ പോത്തായിട്ടോ മരമായിട്ടോ ഒക്കെ ജനിക്കാതെ, അതിലാരും വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വിശ്വസിച്ചോളൂ, അതൊക്കെ ഉണ്ട്, ജനിക്കാതെ നമുക്ക് മനുഷ്യജന്മമായിട്ടെങ്കിലും നല്ലൊരു വീട്ടിൽ ജനിക്കാനുള്ള ഭാഗ്യം കിട്ടണം. അപ്പൊ ആ 11ാം അധ്യായത്തിൽ എന്താ പറയാൻ കാരണം? വിഭൂതി യോഗം കഴിഞ്ഞു വരുന്നതാണ് വിശ്വരൂപ ദർശന യോഗം. അതിനകത്ത് പറയുന്നത് മുഴുവൻ ക്ഷമയാണ്. മതനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസംശയം തുടങ്ങുന്ന ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം എന്നാണ്. അതിലങ്ങോട്ട് ക്ഷമ പറയാണ്. ഭഗവാനെ എന്നോട് ക്ഷമിക്കണേ 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 എന്ന് മാത്രമാണ് പറയുന്നത്. കാരണം ഈ വിചാരിച്ച പോലെയൊന്നുമില്ല, അർജുനൻ ഭയപ്പെട്ടു പോവുകയാണ് രൂപം കണ്ടതോടുകൂടി. കാരണം ദിവിസൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുദ്ധിത തത് ശ്രീ സസ്യാദ് ഭാസസസ്യ മഹാമന. 1000 സൂര്യന്മാർ ഉദിച്ച പോലെ ഒരു രൂപമാണ് മുമ്പിൽ കാണുന്നത്. കണ്ണ് മഞ്ഞളിച്ചു സാധാരണ കണ്ണാണെങ്കിൽ. ഇത് ദിവ്യ ചക്ഷുസ് കൊടുത്തോണ്ടാണ് കാണുന്നത്. പ്രത്യേക ഒരു സ്പെക്സ് വെച്ച് കൊടുത്തു ഭഗവാൻ, അതെല്ലാവർക്കും കൊടുക്കില്ല. വ്യാസൻ പ്രത്യേക ഒരു സ്പെക്സ് വെച്ച് കൊടുത്തോണ്ടാണ് സഞ്ജയന് ഇത് പറയാൻ കഴിഞ്ഞത്. ഭഗവത്ഗീത നറേറ്റീവാണ്, അത് നറേഷനാണ്. ഇറ്റ്സ് എ ഫ്ലാഷ് ബാക്ക്. ശരിക്കും പറഞ്ഞ ഫ്ലാഷ് ബാക്ക് ആണ് ഭഗവത്ഗീത.
ഭഗവത്ഗീതയുടെ തുടക്കം നിങ്ങൾക്ക് അറിയാലോ, ഉണ്ടായ സംഭവം, ആ തുടങ്ങാനുള്ള കാരണവും ആ സന്ദർഭം കൂടെ അറിഞ്ഞിരിക്കുന്നല്ല. ഞാൻ പറഞ്ഞു വന്നത് ടോട്ടാലിറ്റിയിൽ പറയുന്നത് ദുഃഖിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങൾ. ഈ ഭഗവത്ഗീതയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. എല്ലാവർക്കും ചിലർക്ക് അറിയാമായിരിക്കും, ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷെ ചിലർക്കെങ്കിലും ഇത് അറിഞ്ഞുകൂടാ. 4 വേദങ്ങളുണ്ടെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. 4 വേദം, ഋക്ക്, യജുസ്, സാമം, അഥർവം. അത് കഴിഞ്ഞാൽ നമ്മുടെ അറിവ് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പല വേദികളിലും ചോദിച്ചിട്ടുണ്ട്. 6 ശാസ്ത്രങ്ങളുണ്ട്. അത് ശിക്ഷാകല്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. 6 ദർശനങ്ങളുണ്ട്. ദർശനങ്ങളിൽ കൂടിയാണ് സനാതനധർമ്മം ഉരുത്തിരിഞ്ഞു വന്നത്, ഒരിക്കലും ഒരു പ്രവാചകനിലൂടെയല്ല. ഇപ്പൊ നബി അല്ലെങ്കിൽ ക്രിസ്തു ഇന്നൊക്കെ പ്രവാചകന്മാരിൽ നിന്നാണ് ഓരോ മതങ്ങളുണ്ടായത്. അതുപോലെ തന്നെ ഗുരുനാനാക്ക്, അതുപോലെ ജൈനമതം, ഇതൊക്കെ വന്ന് ഓരോ പ്രവാചകനിൽ നിന്നാണ്. ഹിന്ദുമതം അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറയുന്ന മതം അല്ലെങ്കിൽ ധർമ്മം ഉണ്ടായത് പ്രവാചകനിൽ നിന്നല്ല. ബേസിക്കലി അത് മനസ്സിലാക്കുക. ഇത് നിരന്തരമുള്ള ദർശനങ്ങളുടെ ഋഷിമാരുടെ ആ അനുഭവിച്ചും ധ്യാനിച്ചും പഠിച്ചും നിരീക്ഷിച്ചും എഴുതി വെച്ചതാണ് അനന്തരം കോടാനുകൂടി തലമുറയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വരുന്ന ഈ വൈദിക ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലേക്ക് വരുമ്പോൾ 6 ശാസ്ത്രവും കഴിഞ്ഞ് 6 ദർശനങ്ങൾ. സാഖ്യം, 6 ദർശനങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു, അല്ല 6 ശാസ്ത്രങ്ങളെ പറ്റി പറഞ്ഞു. ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, മീമാംസ, ഉപനിഷത്ത്, 6 ദർശനങ്ങൾ. അത് കഴിഞ്ഞ് മഹത്തായ 2 ഇതിഹാസങ്ങൾ. 2 ഇതിഹാസം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഇല്ല, അത് മനസ്സിലാക്കുക. ലോകത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. ഏത് ടെക്സ്റ്റ്? മഹാഭാരതം. അത് ഇതിഹാസമാണ്. ഇതിഹ ആസീദ്, ഇതിഹാസം. ഇതിഹ ആസീദ്. ഇവിടെ ഇങ്ങനെ സംഭവിച്ചതാണ് ഇതിഹാസം. ഇവിടെ 5000 വർഷം മുമ്പ് സംഭവിച്ചതാണ്. മഹാഭാരത യുദ്ധം നടന്ന് 3150 BC-യിലാണെന്നാണ് ഏകദേശം ഒരു കണക്ക്. എന്ന് വെച്ചാൽ 2026 കൂടെ കൂട്ടിക്കണം, അപ്പൊ അത്രയും വർഷമായി. അപ്പൊ കലിയുഗം ആരംഭിച്ചത് പോലും കൃത്യമായിട്ട് ഏകദേശം ഒരു കണക്കെടുത്തിട്ടുണ്ട്. 3100 BC ഡിസംബർ 20 ശ്രീകൃഷ്ണൻ അന്തർധാനം ചെയ്തു. ദ്വാരക അന്നത്തെ കടൽ സുനാമിയിൽ ദ്വാരക വെള്ളത്തിനടിയിൽ പോയി. അല്ലെങ്കിൽ ഭഗവാൻ അതെല്ലാം കൂടെ നശിപ്പിച്ച് വീണ്ടും ലയനം എന്നാ പറയുന്നതിന്. നമ്മൾ നിത്യലയമാണല്ലോ ഉറക്കം. നമ്മളും മരിച്ച് ജീവിക്കുന്ന പോലെയാണ്. പകല് നമ്മൾ ഉണർച്ചയാണ്, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി. 3 അവസ്ഥാന്തരത്തിൽ കൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വേദാന്തം പഠിച്ചവർക്ക് അറിയാം, ബട്ട് അതിനെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്. അവസ്ഥാത്രയം എന്ന് അതിന് പറയാം. അപ്പൊ ഈ ലയം നിത്യലയത്തിൽപ്പെട്ട ഉറക്കം. ഇതുപോലെ തന്നെ പ്രളയകാലം വരുമ്പോൾ പ്രളയം തന്നെ ഏതാണെന്നൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ജലപ്രളയം മാത്രമല്ല, പ്രലയമാണ് പ്രളയമായത്. 2018 വെള്ളപ്പൊക്കം എല്ലാവരും പ്രളയം 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 എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം കൂടെ ഒച്ചയെടുത്തു. ഇതെന്നാന്ന് അറിഞ്ഞിട്ടാണോ? പ്രലയം, ലയിക്കുക. അതെങ്ങനെ ലയിക്കുക? പ്രകർഷേണ ലയിക്കുക എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ലയിക്കുക. പ്രളയം അതെങ്ങനെ ഉണ്ടാവാം? ജലപ്രളയം ഉണ്ടാവാം, അഗ്നിപ്രളയം ഉണ്ടാകാം, ധൂമപ്രളയം ഉണ്ടാകാം, ധൂളിപ്രളയം ഉണ്ടാകാം, അതുപോലെ വായു. ഇങ്ങനെ പലതരത്തിലും ലോകം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ചുരുങ്ങാം. ഇപ്പൊ ഞങ്ങള് ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രം കാണാൻ പോയപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാറ്റുകൊണ്ടല്ല, ധൂളിപ്രളയം കൊണ്ട്. ഇങ്ങനെ ധൂളിപ്രളയമായിരുന്നു. എനിക്ക് നേരിട്ട് അനുഭവം കിട്ടി. കാരണം അവിടെ വെച്ച് ക്ഷേത്രത്തിന്റെ ഒരു തൂണി പിടിച്ച് നിൽക്കേണ്ടി, ഒതുങ്ങി മാറി, കണ്ണിലൊക്കെ പൊടിയും പോയി, ഒന്നും കാണാൻ പറ്റില്ല. എൻ്റെ കൂടെയുള്ള എൻ്റെ ഭാര്യയും സുഹൃത്തുക്കളും അവർ എല്ലാവരും അതിൽ പല വഴിക്കായിട്ട് പിരിയേണ്ടി വന്നു. അത്രയും അപകടം പിടിച്ചതാണ്. നിൽക്കുന്നില്ല, നിന്നാലേ നമുക്കൊന്ന് ഒന്ന് നോക്കാൻ പറ്റും എവിടെ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ പലതരം പ്രളയങ്ങള് സംഭവിക്കാം. അതെല്ലാം സംഭവിച്ചാലും നമ്മൾ ഇപ്പൊ ഭൗതിക ജീവിതത്തില് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മൾ തന്നെ വേണ്ടേ? അപ്പൊ അതിന് കർമ്മഫലം നന്നാക്കുക എന്നുള്ളതാണ് ബേസിക്കലി ഉള്ളത്. അതാണ് പറയുന്ന ഗീതാ ഗംഗാച ഗായത്രി ഗോവിന്ദേതി ഹൃദയസ്ഥിതി. ഗീതയും ഗംഗയും ഗായത്രിയും ഗോവിന്ദനും 4 ഗകാരങ്ങൾ. ഗായി തുടങ്ങുന്ന 4 പേർ, 4ഉം നമുക്ക് മോക്ഷദായകമാണ്. ഗംഗയെ കുളിച്ചാൽ മോക്ഷമാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ പുണ്യമാണെന്നറിയാം. ഗീത, ഗംഗ, ഗായത്രി. ഗായത്രി ജപിക്കുന്നവനെ ഒരിക്കലും ഭയം തീണ്ടില്ല. കാരണം എന്താണ്? ത്രാണം ചെയ്യുന്നതാണ്. മറ്റൊരു മന്ത്രവും ഇല്ല, ത്രാണം ചെയ്യാന്ന് പറയുന്നത്. നമ്മളെ രക്ഷിക്കുന്നതാണ് ഗായത്രി. ഗീത, ഗംഗാച ഗായത്രി, പിന്നെ ഗോവിന്ദ, ഗകാരം. ഇത് 4ഉം മോക്ഷദായകമാണ്. അപ്പൊ ഇനി ഗീത ഉണ്ടായത് എങ്ങനെയാണ്? ഗീത ഉണ്ടായത് തീർച്ചയായിട്ടും മഹാഭാരതത്തിന് 1,24,000 ശ്ലോകമുള്ള മഹാഭാരതം നടന്നതാണ് ഇതിഹാസം. അത് കഴിഞ്ഞുള്ള ഇതിഹാസം രാമായണം.
24,000 ശ്ലോകമുള്ളൂ. പക്ഷെ അതിനകത്ത് തന്നെ വസിഷ്ഠന്റെ ഉപദേശമുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്, 34,000 ശ്ലോകങ്ങൾ. അതാരും പറയാറില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ടെക്സ്റ്റാണ്. ശ്രീരാമന് 16 വയസ്സിൽ ഉപദേശം കൊടുത്ത് ശ്രീരാമനാക്കിയതാണ് ആര്? സ്വന്തം കുലഗുരുവായ വസിഷ്ഠൻ. അതൊരു ടെക്സ്റ്റ് ശരിക്കും പറഞ്ഞാൽ പാഠ്യവിഷയമാക്കണം അതിനകത്തുനിന്നൊക്കെ. ഈ MLA-മാരായിട്ട് മത്സരിക്കുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റ് പേപ്പർ എഴുതി പാസ്സായിട്ടേ മത്സരിക്കാവെന്ന് പറയണം. അതുപോലെ ചാണക്യസൂത്രമൊക്കെ. എന്നാലേ നമുക്ക് നല്ല ഭരണകർത്താക്കളെ കിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രയോജനം. അല്ല ഇത് വായിച്ചിട്ട് നമുക്ക് പുണ്യം കിട്ടുമെന്നും പറഞ്ഞ് നാമം ജപിച്ചുകൊണ്ടിരിക്കാനല്ല. നമ്മളിത് പ്രാക്ടിക്കൽ ലൈനിലേക്ക്, ഈ ഭഗവത്ഗീത തരുന്നത് പ്രാക്ടിക്കൽ ലെസനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ 6 ദർശനം കഴിഞ്ഞ ഇതിഹാസങ്ങൾ കഴിഞ്ഞ മഹാഭാരതത്തിലെ മധ്യത്തിൽ ചേർത്തിട്ടുള്ള ഒരു ഭാഗം, അതായത് 42 വരെയുള്ള ശ്ലോകങ്ങൾ ഭീഷ്മപർവത്തിലെ 25 തൊട്ട് 42 ഉള്ളത് അടർത്തിയെടുത്തൊരു പ്രത്യേക ടെക്സ്റ്റാക്കി മാറ്റിയതാണ് ഭഗവത്ഗീത. അതിനത്രയും പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ വെച്ച് ഉപദേശിച്ച് അവിടെ വെച്ച് പറഞ്ഞ് നമുക്ക് നല്ല ടെൻഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, നമുക്കൊരു ജീവിതത്തിൽ നമ്മൾ പറയില്ലേ, അയ്യോ അയാളെ എനിക്ക് മറക്കാൻ പറ്റില്ല, ആ സമയത്ത് പുള്ളി ദൈവത്തിനെ പോലെ വന്ന് ഉപകാരം ചെയ്യും, നമ്മൾ പറയാറില്ലേ? ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് കിട്ടുന്ന ഹെൽപ്പ് നമ്മൾ ഒരിക്കലും മറക്കില്ല. അതുപോലെയാണ് അർജുനും ആ ടെൻഷൻ പിടിച്ചു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ഭഗവാൻ ഒരു ചെറിയ വികൃതി ചെയ്തതും കൂടിയാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ഭഗവാൻ എന്ന് പറയും, നമുക്ക് ആ മഹാഭാരതീയ മനുഷ്യകൃഷ്ണനാണ്. ഈസ് എ പ്രാക്ടിക്കൽ മാൻ കോൾഡ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണൻ ചെയ്തത് എന്താണ്? അർജുനൻ പറഞ്ഞു, എനിക്ക് ഈ ബന്ധുക്കളെയൊക്കെ ഒന്ന് കണ്ടാൽ കൊള്ളാം കൃഷ്ണൻ ചേട്ടാ, ഒന്ന് മുമ്പോട്ട് 2 വയസ്സ് വ്യത്യാസമുണ്ട് ഇവര്. അപ്പൊ ഒന്ന് അങ്ങോട്ടൊന്ന് കാണിക്കാമെന്ന്. പുള്ളി സൂത്രത്തെ കൊണ്ട് നിർത്തി. ആരുടെ മുമ്പിലാണ്? രഥം. 2 സൈന്യങ്ങളുടെയും മധ്യത്തിൽ കൊണ്ട് നിർത്തി. എവിടെയാ അത്? ഭീഷ്മരുടെയും ദ്രോണരുടെയും ഒക്കെ മുമ്പിൽ. കസിൻസിന്റെ മുമ്പിലല്ല, അതായത് ദുര്യോധനാദികളുടെ മുമ്പിലല്ല നിർത്തിയത്. ഭീഷ്മരും ദ്രോണരും എന്ന് പറഞ്ഞാൽ ഭീഷ്മരുടെ മുത്തശ്ശനാണ്. കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കല വീഴും. അതുകൊണ്ടല്ലേ ഭീഷ്മരെ കൊല്ലാനായിട്ട് പറ്റാതെ വന്നേ. ഭീഷ്മരെ കൊല്ലാൻ അർജുനന് പല അവസരം കിട്ടിയിട്ടും കൈ വിറക്കുകയാണ്, പുള്ളിക്ക് പറ്റുന്നില്ല. ഗാന്ഡീവൊക്കെ പുള്ളി തെറിപ്പിച്ചു കളയും. ഭീഷ്മൻ എന്ന് പറയുന്നത് വലിയ യോദ്ധാവാണ്. ആ ഭീഷ്മരെ കൊല്ലാൻ അവസാനം പ്രതിജ്ഞ ലംഘിക്കേണ്ടി വന്നു. ആർക്ക്? ശ്രീകൃഷ്ണൻ. ആയുധം എടുക്കില്ല എന്നാണ് ശ്രീകൃഷ്ണന്റെ സന്ദർഭവശാൽ അതുകൂടെ പറയുകയാണ്. ആയുധം എടുക്കില്ല എന്ന് കൃഷ്ണൻ ഒരു ശപഥം ചെയ്തു. അപ്പം അർജുനൻ എന്ത് ചെയ്തിട്ടും അറ്റാക്ക് ചെയ്യുന്നില്ല. ഭീഷ്മരെ അന്ന് തീർത്തില്ലേ ഭീഷ്മര് ഈ പാണ്ഡവകുലത്തിനെ മുഴുവൻ നശിപ്പിക്കും. ആ ദിവസം യുദ്ധത്തിലെ 10-ാം ദിവസമാണ്. അപ്പൊ എന്ത് വേണം? ഭഗവാൻ എന്ത് ചെയ്തു? രഥചക്രം ഇളക്കി എടുത്തോണ്ട് അവിടെ കിടന്ന് ഒരു രഥചക്രം എടുത്ത് ഭീഷ്മരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ചാടി, രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി എന്നാണ് മഹാഭാരതത്തിൽ ആ ശ്ലോകമുണ്ട്. ചാടി ഇറങ്ങി ചെല്ലുമ്പോൾ ഭഗവാനെ അങ്ങയുടെ കൈകൊണ്ട് മരിക്കുന്ന ഏറ്റവും വലിയ പുണ്യം, എനിക്ക് ഉത്തരായണം ഒന്നും കാത്തു കിടക്കണ്ട, ഞാൻ സ്വച്ഛന്തം മൃത്യുവാണ് ഭീഷ്മര്, ഇഷ്ടമുള്ള മരിക്കാന്നർത്ഥം. ഭീഷ്മര് പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ കൈയുടെ. ഉടൻ തന്നെ പുള്ളി ചിരിച്ചു, ഒരു ചിരി ചിരിച്ചു. ആ ചിരിയിലെല്ലാം ഉണ്ട്. കാരണം എന്താണ്? ഭീഷ്മനൊരു പ്രതിജ്ഞ ദുര്യോധനന്റെ അടുത്ത് കൊടുത്തിരുന്നു. എന്താ? ഞാൻ കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും. നോക്കിക്കോ ദുര്യോധന, സുയോധന എന്നാ വിളിക്കും, ഞാൻ എടുപ്പിക്കും, പ്രതിജ്ഞയൊക്കെ കയ്യിരിക്കട്ടെ. അപ്പൊ ഭഗവാൻ അർജുനൻ വന്ന് കാല് പിടിച്ചു, എന്റെ പൊന്നു കൃഷ്ണ, പ്രതിജ്ഞാലംഘനം നടത്തല്ലേ, ഞാൻ യുദ്ധം ചെയ്തോളാം, ഞാൻ പിതാമഹനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചോളാം, അല്ലേ വധിച്ചോളാം എന്ന് ഭഗവാന്റെ കാല് പിടിക്കുക. അപ്പൊ ഭഗവാൻ ചിരിക്കുകയാണ്. കാരണം എന്താണ്? അർജുനെ കൊണ്ട് കാര്യം സാധിക്കുകയായി. ഒരു വെടിക്ക് 2-3 പക്ഷിയാണ് പുള്ളിയുടെ. അർജുനെ കൊണ്ട് കാര്യം സാധിക്കുകയായി. അതേസമയം ഭീഷ്മരെ ഒരു ചിരിയും ചിരിച്ചു. ഭീഷ്മരുടെ പ്രതിജ്ഞ സാധിക്കുകയും ചെയ്തു. ഭഗവാനെ കൊണ്ട് ആയുധം എടുപ്പിച്ചോളാന്ന് ദുര്യോധന ഒരു വാക്ക് കൊടുത്തു. അത് നടന്നു. ഇങ്ങനെ പല പ്രയോഗത്തിൽ കൂടെ ഭഗവാൻ സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പാർത്ഥായ പ്രതിബോധിതാം ഭഗവതേ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാം മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം 18 അറിയാലോ. 18 അമ്പത്വാമന് സന്തതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി. ഭവദ്വേഷിണിയാണ്. എന്താണ് ഭവദ്വേഷിണി? ഭവസാഗരം. ഈ സംസാര സാഗരം എന്ന് പറഞ്ഞാൽ ഒരു 40 വയസ്സ് 45 വയസ്സ് കഴിഞ്ഞോട് ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ജീവിതം. ഒരു 25 വയസ്സുകാരോട് ചോദിച്ചു നോക്കി എങ്ങനെയുണ്ട് ജീവിതം, എങ്ങനെയുണ്ട്, അടിപൊളി, സൂപ്പർ, സെൽഫി നിൽക്കുന്നു, ഒക്കെ ശരിയാണ്. ഈ തലയായിട്ട് മാറും. ഒരു 45 വയസ്സുകാരുടെ ജീവിതം എങ്ങനെയുണ്ട്? അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയേ, അല്ലെങ്കിൽ എനിക്ക് ജീവിതം മടുത്തു എന്നൊക്കെ പറയുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ സജ്ജമാകണം. അർജുനെ സജ്ജമാക്കിയ പോലെ, അർജുനെ യുദ്ധം ചെയ്യാൻ സജ്ജമാക്കിയ പോലെ നമ്മളെ സജ്ജരാക്കാനുള്ളതാണ് സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുജ. മാശുജ, നീ ദുഃഖിക്കണ്ട, നിന്റെ കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ട് നീ എന്നിൽ വന്ന് ചേരുക. അത്ര ഭംഗിയായിട്ടാ ഭഗവാൻ ധൈര്യമായിട്ടാ പറയണത്. ഭഗവാൻ തന്നെ വാക്യം കൊടുത്തുകൊണ്ടാണ് ഭഗവാന്റെ പാട്ടെന്നുള്ള അർത്ഥം വരുന്ന ഭഗവത്ഗീത എന്നുള്ള
എന്നുള്ള പേര് വന്നത്. ഭഗവാന്റെ തന്നെ വാക്കാണ്. അപ്പൊ നേരിട്ട് ഭഗവാൻ പറയുന്ന പോലെ നമുക്ക്, ഈശ്വരൻ നമ്മളോട് പറയുന്ന പോലെ നമുക്ക് വിചാരിക്കാം. ഭഗവാൻ കൃഷ്ണൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് പറയുന്ന പോലെ ആ ഗീതാ ഗ്രന്ഥം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനകത്തൊക്കെ പറയുന്ന അദ്വൈത ദർശനമാണ്. അദ്വൈതാമൃത വർഷിണിയും ഭഗവതിയും കൂടിയാണ്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞ അമ്മയാണ് ഭഗവത്ഗീത. സ്വാതന്ത്ര്യം നേടിത്തന്നില്ലേ പാവം, പട്ടറി കിടന്ന് സായിപ്പന്മാരുടെ അടിയും കൊണ്ട്, പല്ലും പോയി, ചവിട്ടും കൊണ്ട്. ഇത് ചെയ്തത് പുള്ളിക്ക് ടെൻഷൻ. ഇന്ന് നമുക്കിത്ര ടെൻഷനാണ്, അദ്ദേഹത്തിന് എന്ത് ടെൻഷൻ ആയിരിക്കും അന്നത്തെ കാലത്ത്. ആലോചിച്ച് നോക്കി, എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു ഭാരതത്തിൽ 47 മുമ്പ്, 40കളിൽ. ആ ടെൻഷൻ മുഴുവൻ പുള്ളി തീർക്കണ വൈകുന്നേരം വന്ന് ഭഗവത്ഗീത എടുത്തു വെച്ച് വായിക്കും. അപ്പൊ അതിനകത്ത് ഉത്തരം കിട്ടും. സത്യഗ്രഹം ഒക്കെ അങ്ങനെ കണ്ടുപിടിച്ച് അങ്ങനെയാണ്. സത്യം ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കുക, സത്യത്തെ മനസ്സിലാക്കുക, തന്നെ പട്ടിണി കിടക്കുക. ആ കുത്തിയിരിപ്പ് സത്യാഗ്രഹം ഇപ്പൊ എല്ലാവരും ധർണ കുർണ എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് രാഷ്ട്രീയക്കാർ സ്ഥിരം ചെയ്യുന്ന ഈ സത്യദർശനമൊക്കെ ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീത എന്നൊക്കെയാണ് ഈ ഗ്രന്ഥം കൊണ്ട് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ ഭഗവത്ഗീതയോട് സ്വാതന്ത്ര്യത്തിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കുക. സത്യദർശനം അതാണ് ഗീതയിൽ നിന്ന് കിട്ടിയത്. അപ്പൊ മോചനം ആഗ്രഹിച്ച് തന്നെ സമീപിച്ചാൽ അമ്മയാകുന്ന ഭഗവത്ഗീത ഭവദ്വേഷിണിയും കൂടിയാണ്. ഭവദ്വേഷിണി എന്ന് പറഞ്ഞാൽ സംസാര സാഗരത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന നമുക്ക് സംസാര സാഗരം തരണം ചെയ്യാനുള്ള ഒരു തോണിയും കൂടിയാണ് ഭഗവത്ഗീത. പ്രായോഗിക ജീവിതം അത് ഏത് യുഗത്തിലാണ്, കാര്യം ഇത് ദ്വാപരയുഗത്തിലാണ് അവതരിച്ചത് ഭഗവത്ഗീത ഉണ്ടായതെങ്കിലും നമുക്ക് കലിയുഗത്തിലും അത് വളരെ പ്രസക്തിയേറുന്ന ഒരു കാര്യമാണ്. രാമായണം പോലെ തന്നെ അതിനകത്തെ ആദർശങ്ങളും തത്വബാഹുല്യങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ പകർത്താവുന്നതാണ്. അത് തന്നെ ഈ ഭാരതത്തില് ഈ സംവാദ രൂപേണ അവതരിപ്പിച്ച പല ഗ്രന്ഥങ്ങളും ഉണ്ട്. ഈ 18 അതിലൊന്നാണ്. ഈ 18 എന്നുള്ള അർത്ഥം നമ്മൾ വെറുതെ 18 ഗ്രന്ഥം അല്ല 18 അധ്യായം എന്ന് പറഞ്ഞൂടെ. 18 അധ്യായം വെറുതെ ഉണ്ടായതല്ല, അതിനൊരു കണക്കുണ്ട്. 18 എന്ന് പറഞ്ഞാൽ വ്യാസൻ എല്ലാം 18 പുരാണങ്ങള്, 18 തരം ആയുധങ്ങൾ നമ്മുടെ ഭാരത യുദ്ധത്തിൽ ഉപയോഗിച്ചു. ഭാരത യുദ്ധം 18 ദിവസം എടുത്തു. 18 തരം പെരുമ്പറകൾ ഉപയോഗിച്ചു. 18 അക്ഷൗഹിണിപ്പടകൾ കേട്ടിട്ടുണ്ടോ? അക്ഷൗഹിണിപ്പടാന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അക്ഷൗഹിണിപ്പട എന്ന് പറഞ്ഞാൽ 11 അക്ഷൗഹിണിപ്പടയായിരുന്നു പാണ്ഡവരുടെ പക്ഷം. ഇത്ര ആലാള, ഇത്ര രഥം, ഇത്ര ആന, ഇത്ര കുതിര, ഇതൊക്കെയാണ് അക്ഷൗഹിണിയുടെ കണക്കുണ്ട്. അതൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. 11 അക്ഷൗഹിണിപ്പട കൗരവർക്ക്, അവർക്ക് കൂടുതലായിരുന്നു. കാരണം ശ്രീകൃഷ്ണന്റെ യാദവ സൈന്യം കൂടെ അങ്ങോട്ട് കൊടുത്തു. ഭഗവാൻ മാത്രമേ ഉള്ളൂ ഇപ്പറേ. അതെല്ലാം നശിപ്പിച്ചു. 45 ലക്ഷം പേര് തീർത്ത് കളഞ്ഞു. ഭഗവാന്റെ ഒരു കളിയാന്ന്, ഒരു തമാശാണ്. അപ്പൊ ഇവരുടെ ഭാഗത്ത് 7 ഉള്ളൂ, 7 അക്ഷൗഹിണിയുള്ളൂ. അങ്ങനെ 11 7 18 അക്ഷൗഹിണിപ്പട പങ്കെടുത്തു. 18 തരം ആയുധങ്ങൾ ഉപയോഗിച്ചു. 18 ദിവസം നീണ്ടു നിന്നു. ഇങ്ങനെ 18-ന് ഒരുപാട്, ശബരിമല 18 പടി, 18-ന് ഒരുപാട് പ്രാധാന്യം നമ്മുടെ പുരാണങ്ങൾ എഴുതിയ വ്യാസൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് കാരണം എന്നറിയാമോ? അതും കൂടെ ചുരുക്കത്തിലെന്ന് പറയാം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം 3, 5 പ്രാണൻ, പഞ്ചപ്രാണൻ എല്ലാവർക്കും അറിയാം. പ്രാണായസ്വ ഉദാനായസ്വ നമ്മൾ പറയുന്നതാണ്. പഞ്ചപ്രാണൻ, പഞ്ചവായുക്കള്, പഞ്ച ഇന്ദ്രിയങ്ങള്. പഞ്ചേന്ദ്രിയം എന്ന് പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപഗന്ധം എന്ന് പറയും. നമ്മൾ ആസ്വദിക്കുന്ന, നമ്മൾ ഇന്ദ്രിയ കൂടെയാണുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നാക്ക്, തൊക്ക്, മൂക്ക്, അതൊക്കെ ഇത് പഞ്ചേന്ദ്രിയങ്ങളാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചപ്രാണൻ, പിന്നെ ഈ പറഞ്ഞ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ 13 15 കൂട്ടി 3 കൂടെ കൂട്ടി 18. ഈ 18-ന് വളരെ പ്രാധാന്യമുണ്ട്. അല്ലാണ്ട് ചിലര് പറയുന്നുണ്ട് ശബരിമല 18 പടി 18 മലകളാണ്. ആയിക്കോട്ടെ, 18 മലകളിൽ കൂടുതൽ എണ്ണി നമുക്ക് എടുക്കാൻ പറ്റും അവിടെ. അപ്പൊ ഇതിന്റെ ബേസിക്കലി ഇതാണെന്ന് പറയുന്നത്. എനിവേ അതാണ്. അപ്പൊ സാർവലൗകികമായൊരു ശാസ്ത്രം എന്നുള്ള നിലയ്ക്ക് ഇത് പ്രചാരം നേടിയ ഒരു ഗ്രന്ഥമാണ്. ഇതൊരു മതശാസ്ത്രം നമുക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? മതശാസ്ത്രം ഇതിനെ വിളിക്കാൻ പറ്റുമോ? ഇത് സാർവലൗകികമാണ്. സായിപ്പന്മാരൊക്കെ എടുത്ത് വായിച്ച് പഠിക്കുന്നുണ്ട്, അവരെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്നത് അതിലെ തത്വങ്ങൾ അത്രമേൽ വിലപ്പെട്ടതാണെന്ന് ആരും പറയുന്നത്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടുന്ന നമുക്കിഷ്ടപ്പെട്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ അദ്വൈത ദർശനമാണ്. അതായത് പരമാത്മാവായിരിക്കുന്നതും ജീവാത്മാവായിരിക്കുന്നതും വ്യത്യസ്തമല്ല. പരമാത്മാവ് തത്വമസി എന്നുള്ള ആ ചാന്തോഗ്യ ഉപനിഷത്തിലെ 4-ാമത്തെ വേദവാക്യം അറിയാമല്ലോ. വേദവാക്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാച്ചിക്കുറുക്കിയ സംഭവമാണ് വേദവാക്യം. ഏതാണ്? വേദങ്ങൾ 4 വേദവാക്യത്തിൽ ഒരെണ്ണം പറയാവോ ആരെങ്കിലും? അൺമ്യൂട്ട് ചെയ്ത് പറയോ? പെട്ടെന്ന് പറയും. അറിയാമല്ലെന്ന് പറഞ്ഞു. പ്രജ്ഞാനം ബ്രഹ്മ. വെരി ഗുഡ്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മ, തത്വമസി. ഇതിൽ തത്വമസി എന്ന് പറയുന്ന ആ വാക്യവും ഭഗവത്ഗീതയായിട്ട് ചില പണ്ഡിതന്മാർ സാമ്യം ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തത്വമസി പറയുന്ന
തത്വം അസി എന്ന് പറയുന്ന 3 ഭാഗമാണ്. ഭഗവത്ഗീത 3 ആക്കിയ 8, 8, 8 8 3 6 6 6 6 6 3 18. അപ്പൊ 6 അധ്യായങ്ങൾ, ആദ്യത്തെ 6 അധ്യായങ്ങൾ തത്വം അസി, അത് നീയാകുന്നു എന്നാണല്ലോ എൻ്റെ അർത്ഥം. അതിനെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ അത്രയും ഡീപ്പായിട്ട് ചിന്തിച്ച് പോകേണ്ടതാണ്. നമ്മൾ വെറുതെ കേട്ട് ഭഗവത്ഗീതയിലെ ശ്ലോകം ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് കേട്ടിട്ടുണ്ട്. അപ്പൊ 11-ാം അധ്യായം തൊട്ട് ഭഗവാന്റെ ഉപദേശം തുടങ്ങുക. ഇത് നമ്മൾ നിത്യജീവിതത്തിൽ പകർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് എന്താ വേണ്ടേ? 5 കോടി രൂപ തരട്ടെ സരസ്വതി, 5 കോടി രൂപ തരട്ടെ. ചുമ്മാ ഡെപ്പോസിറ്റ് തലേണ കടി വെക്കാൻ. നമ്മൾ ആശുപത്രി കിടക്കുമ്പോൾ ഒരു 5 കോടി രൂപ ഡെപ്പോസിറ്റ് എന്ന വല്ല പ്രയോജനം ഉണ്ടാവും? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ സൂക്ഷ്മഫലം കൊണ്ടാണ് നമ്മൾ ശരീരം വിടുന്നത്. നമുക്ക് കോടി കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? സൽക്കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതിന് വേണ്ടത് മറ്റ് ഗ്രന്ഥവുമായിട്ട് വ്യത്യാസം അതാണ്. നമ്മൾ അതിൽ പറയുന്ന മനുഷ്യനെ മാത്രം ഉദ്ദേശിച്ചാണ് പല ഗ്രന്ഥങ്ങളും പറയുന്നത്. നമ്മുടെ ഗ്രന്ഥങ്ങൾ, വേദശാസ്ത്രങ്ങൾ പറയുന്ന മനുഷ്യനെ മാത്രമല്ല, സാർവലൗകികമാണ്. എല്ലാ ജീവരാശികളെയും, കാരണം എല്ലാ ജീവരാശിയിലും മനുഷ്യന്റെ അംശമുണ്ട്, ഈശ്വരാംശമുണ്ട്. സർവം ബ്രഹ്മമയമാണ്, അല്ലേ? സർവം ബ്രഹ്മമാണ്. ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവൻ എന്ന് പറയുന്ന ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവ ന പര. ജീവൻ എന്ന് പറയുന്ന ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജഗത്ത് മിഥ്യയാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ റിമോട്ട് കൺട്രോൾ പിടിച്ച് ഞെക്കി അവിടെ മാഞ്ഞു പോകുന്നു എന്നുള്ള അർത്ഥമല്ല കേട്ടോ. മിഥ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നതല്ല, നാളെ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഞാൻ പോയപ്പോൾ എനിക്ക് വളരെ പരിചിതമാണ് എറണാകുളം. ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ആളല്ലേ. പക്ഷേ എനിക്കൊരു സ്ട്രീറ്റ് റോഡ് മാറിപ്പോയി. കാരണം ഓരോ ആഴ്ചയിലും മാറ്റങ്ങളാണ്. പുതിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നു, പഴയ കെട്ടിടം ഇടിച്ചു നിരത്തി. ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഓമനിച്ച് ലാളിച്ച് വളർത്തി നമ്മുടെ കുഞ്ഞു മോൻ കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ 25 വയസ്സ് കഴിയുമ്പോൾ നമ്മളെ ഗുരുവായൂർ കൊണ്ടുവിട്ടു അപ്പുറത്തെ പടിഞ്ഞാറൻ നിലയിൽ കൂടെ അടുത്ത കാറും എടുത്തിങ്ങി പോരുകയാണ്. അച്ഛനമ്മ ഉപേക്ഷിക്കുകയാണ്. ഓമനിച്ച് വളർത്തിയ മക്കള്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ? ശരിക്കും മായയാണ് ലോകം. അതാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ജീവോ ബ്രഹ്മൈവ പര എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് സത്യമാണെന്ന് തോന്നുകയാണ്. അതുപോലെ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ചെയ്യുകയാണെന്നാണ് നമ്മുടെ ധാരണ. ഞാനാണ് ചെയ്യുന്നത്, കർത്താവ് ഞാനാണ്, ഭോക്താവ് ഞാനാണ്, ഞാൻ തീരുമാനിക്കും. അവന് ഞാൻ കൊടുക്കാനുള്ള പൈസ ഞാൻ അങ്ങോട്ട് മുഖത്ത് എറിഞ്ഞു കൊടുത്തിട്ട് ഞാനിങ്ങനെ പോകുന്നു. ഞാനാരാ മോൻ എന്നൊക്കെ നമ്മൾ ഡംബ് പറയുക എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളാണ്, അതാണ് കർത്തൃത്വ ഭോക്തൃത്വ രാഗദ്വേഷാദി രൂപം ജഗത്ത്. ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ മൊത്തത്തില് കർത്തൃത്വം. ഞാനാണ് കർത്താവ്, ഞാൻ ചെയ്യുന്നു, നമ്മളല്ല ചെയ്യുന്നത്. തത്വാസ്തം ഉത്തിഷ്ഠ യശോലഭസ്വ ജിത്വാ ശത്രുൻ ഭൂങ്ഷ രാജ്യം സമൃദ്ധം മയൈവതേ നിഹതാപൂർവമേവം നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. സവ്യസാജി എന്ന് പറഞ്ഞാൽ അർജുനന്റെ പര്യായമാണ്. ഒരേ സമയം പല ആയുധം കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളയാളാണ് സവ്യസാജി. സവ്യസാജിയായ അർജുന, തത്വാത്തം ഉത്തിഷ്ഠ, എഴുന്നേറ്റ് യുദ്ധം ചെയ്യ്. എന്തിനാ? ജിത്വാ ശത്രുൻ ഭൂങ്ഷ രാജ്യം സമൃദ്ധം, സമൃദ്ധമായ ഭാരതം ഭരിക്കാൻ നീ എഴുന്നേക്ക്, യുദ്ധം ചെയ്യാൻ വേണ്ടി എണീക്കാൻ പറയാണ്. അതെന്തിനാണ്? മയൈവതേ, ഞാൻ കൊന്നു കഴിഞ്ഞു, വധിച്ചു കഴിഞ്ഞു. യുദ്ധത്തിൽ എന്താ സംഭവിക്കുന്ന അഡ്വാൻസ് ആയിട്ട് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കലാക്കാം. ഞാൻ ജോലി ഏർപ്പാടാക്കി കഴിഞ്ഞു, നീ ചെന്ന് ഒപ്പിട്ടാൽ മതി, പിന്നെ നിന്റെ ജോലി നീ ചെയ്യണം. മയൈവതേ നിഹതാപൂർവമേവം, ഭീഷ്മാദി ദ്രോണാദി ശത്രുക്കളെ അല്ലെങ്കിൽ ദുര്യോധനാദികളെ 100വരെയും കൗരവരെയും ഒക്കെ ഞാൻ തീർത്തു കഴിഞ്ഞു. മയൈവത നിഹതാപൂർവമേവം. 33-ാം ശ്ലോകം സാംഖ്യയോഗം 22 എടുത്തു നോക്കിയോ, മാറ്റം ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ അതായത് അതിലൊന്നും വലിയ അഹങ്കാരമൊന്നുമില്ല, ഞാൻ ചെയ്തു കഴിഞ്ഞു. നമ്മൾ നിമിത്തമാത്രം ഭവ സവ്യസാജിൻ. അർജുന, നീ ഒരു നിമിത്തം മാത്രം. ഉണ്ണികൃഷ്ണ, നീ ഒരു നിമിത്തം മാത്രം. ഞാൻ വലിയ പണ്ഡിതനാണ്, എനിക്കെല്ലാം അറിയാം. ഞാൻ എന്താ പറയുന്നത്? ഈ പാണ്ഡിത്യ ഗർവോടുകൂടി ഒന്നും ഒരു കാര്യവും പറയാൻ പാടില്ല. എപ്പോഴാ കാറ്റ് കൊണ്ടെന്നറിയാം. നമുക്ക് എപ്പോഴാ സംസാരശേഷി നഷ്ടപ്പെടുന്ന അറിയാൻ പറ്റുമോ? എപ്പോഴാ നമുക്ക് എന്നോട് ഒരിക്കലും ജയചന്ദ്രനോട്, നമ്മുടെ ജയേന്ദ്രൻ ഞങ്ങളുടെ അടുത്താണല്ലോ, നാട്ടുകാരനാണല്ലോ ജയേന്ദ്രൻ, എൻ്റെ ദക്ഷിണാമൂർത്തി സ്വാമി ഒരിക്കൽ ജയേന്ദ്രനോട് പറഞ്ഞു, സ്വാമി ഞാൻ പാടുന്നത് ശരിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, എടാ നിന്റെ തൊണ്ടയിൽ എപ്പോൾ ഈശ്വരൻ വരുന്നു അപ്പോഴേ നിന്റെ ശ്രുതിയൊക്കെ നേരെ ആവുള്ളൂ, അല്ലാതെ നീ അല്ല പാടുന്നത്. സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈ ശാന്തി സുഖവും നിലനിർത്താനായിട്ട് ഈ ചില ശ്ലോകങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. നമ്മൾ പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് പറിച്ചു നടണം. നമ്മുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ ഇല്ലത്തേക്ക് പറിച്ചു നടണം. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ശരിയാണല്ലോ, ഞാൻ അങ്ങനെ ചെയ്ത്.
എൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്ന് എനിക്ക് മോശമായ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ വളരെ സങ്കടപ്പെട്ട് പ്രാക്ടിക്കൽ തുറന്നു പറയാൻ സങ്കടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ, വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോഴും പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ഒരറ്റവും മുറിയൊക്കെ അവിടെ ഇവിടെയൊക്കെ അറിയാന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതിനെന്നറിയോ, ഭഗവാൻ ഉപദേശം തുടങ്ങുന്നത് 2-ാം അധ്യായം സാഖ്യയോഗത്തിൽ 11-ാമത്തെ ശ്ലോകം തൊട്ടാ ഉപദേശം തുടങ്ങുന്നത്. ഒരൊറ്റ ചോദ്യമാണ് അർജുനോട്, നിങ്ങൾ നല്ല ധൈര്യം വരും. നമുക്ക് ധൈര്യം എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിനും നേരിടാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. അതിനാണ് ഭഗവത്ഗീത പഠിക്കുന്നത്. അല്ലാതെ കാഷായം എടുത്ത് താടിയും വളർത്തി തപസരിക്കാനല്ല. നിങ്ങൾ പ്രായോഗികമായിട്ട് ജീവിതത്തെ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്യാനുള്ള ധൈര്യം തരുന്നതാണ് ഗീത. എൻ്റെ ഭാര്യയുടെ പേരും ഗീത എന്നാ കേട്ടോ. ചിലപ്പോൾ ധൈര്യം തരാറുണ്ട് വല്ലപ്പോഴും ഒക്കെ, അല്ലേ സരസ്വതി? ഇടയ്ക്ക് ധൈര്യമൊക്കെ തരും. അപ്പോൾ നമുക്ക് വേണ്ടത് ആ സമയത്ത് കിട്ടേണ്ട ഒരു ധൈര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഭഗവത്ഗീതയിൽ നിന്ന് കിട്ടും. അത് 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്ന, അർജുനന് പറഞ്ഞു, എടാ നിന്നെ കിട്ടിയ തട്ടിക്കളയാൻ അവർ നോക്കിയിരിക്കുകയാണ്. ആര്? കൗരവര്. അവർക്ക് നിനക്ക് സങ്കടമുണ്ട്. മുത്തശ്ശൻ കയ്യിൽ കുഞ്ഞേ എന്ന് പറഞ്ഞ് വിളിച്ച് കളിപ്പിച്ച് നടന്നാണ്, കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചതെന്ന്. അതുപോലെ തന്നെ അർജുനന് എങ്ങനെ അമ്പ് പിടിച്ച് എയ്യണം എന്ന് പഠിപ്പിച്ചതാരാ? ദ്രോണാചാര്യരാണ്. ആ ദ്രോണൻ ഗുരുസ്ഥാനീയ നേരെ എതിര് നിൽക്കുകയാണ്. അവരെയൊക്കെ ഞാൻ എങ്ങനെ കൊല്ലും കൃഷ്ണ എന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് അർജുനന് ക്ലൈബ്യം ഉണ്ടായി എന്നാ പറയുന്നത്. ക്ലൈബ്യ ദോഷം എന്ന് പറഞ്ഞാൽ കാർപ്പണ്യ ദോഷം എന്നൊക്കെ ഗീതയിലുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുള്ളതൊക്കെ അറിയാം. ധർമ്മത്തിലാണല്ലോ തുടങ്ങുന്നത്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ മാമക പാണ്ഡവശ്ചൈവ എന്നും പറഞ്ഞാണല്ലോ ധൃതരാഷ്ട്ര ചോദിക്കുന്നത്. അവരെന്ത് ചെയ്തു? അവിടെയും ധൃതരാഷ്ട്രൻ എന്ന് പറയുന്ന ഭൗതിക ജീവിയാ. പുള്ളിക്ക് കണ്ണ് കാണാൻ പറ്റില്ലെങ്കിലും പുള്ളിക്ക് വിചാരം മുഴുവൻ ഭൗതികതയാണ്. എൻ്റെ മക്കൾ ജയിക്കണം. മാമക പാണ്ഡവശ്ചൈവ, എൻ്റെ മക്കളും മാമക, എൻ്റെ പാണ്ഡവരും സ്വന്തം മക്കളെ പോലെയാണ്, വല്യച്ഛനാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ എന്താണ്? നമ്മുടെ കുടുംബത്തിലൊക്കെ നമുക്ക് ഉദാഹരണമാക്കാവുന്നതാണ്. മാമക പാണ്ഡവശ്ചൈവ. അവരെന്താ? ഹിമകുർവത ഈ സഞ്ജയനോട് ചോദിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് വ്യാസം വന്ന് ചോദിച്ചു. ആ സന്ദർഭം കൂടെ നിങ്ങൾ അറിയണം. 10-ാം ദിവസമാണ് ഭീഷ്മര് വീഴുന്നത്. ഭീഷ്മര് മരിച്ചു. 10-ാം ദിവസം ശരശയ്യയിൽ കിടക്കുകയാണ്. ശരശയ്യയിൽ കിടക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ആശുപത്രി കിടക്കുന്ന ഒരു പനി വന്ന് കിടന്നാൽ നമുക്ക് ബുദ്ധിമുട്ടറിയാം. ഇത് ശരമാണ്, കുത്തിക്കയറി തുളച്ച് കിടക്കുകയാണ്. അതിനകത്ത് കിടക്കുകയാണ് ശരശയ്യ ഭീഷ്മര് 10-ാം ദിവസം. അർജുനന്റെ ശിഖണ്ഡിയെ മുൻനിർത്തി അമ്പ ചെയ്ത് അതൊക്കെ നമുക്ക് അറിയാമല്ലോ കഥയൊക്കെ. അങ്ങനെ വീഴുന്ന ഭീഷ്മര് വീണ് കഴിയുമ്പോൾ ധൃതരാഷ്ട്ര വിവരം അറിയുമ്പോൾ വല്ലാതെ സങ്കടപ്പെടുന്നു. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ മക്കൾ ജയിക്കുന്ന വിചാരിച്ച. എല്ലാ അധർമ്മത്തിനും കണ്ണ് കെട്ടി കൂടെ നിന്ന് അമ്മയും ഗാന്ധാരിയും. പിന്നെ ശപിച്ചിട്ട് കാര്യമുണ്ട് ഭഗവാനെ. ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ണ് തുറന്ന് കുന്തി 5 മക്കളെ പോറ്റി ധർമ്മത്തിന്റെ വഴിയെ നടത്തി. അവർ കണ്ണ് തുറന്ന് വേണ്ട വിധത്തിൽ മക്കളെ നടത്തി, ധർമ്മത്തിന്റെ പാതയെന്ന് വ്യതിചലിക്കാതെ. ഗാന്ധാരി മക്കൾ ചെയ്യുന്ന അധർമ്മ പ്രവൃത്തികളൊക്കെ അവസാനം ഒരു കാര്യം മാത്രം ദുര്യോധനോട്, യഥോ ധർമ്മസ്തോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയം സംഭവിക്കുന്നു മാത്രമേ ഒരു അനുഗ്രഹം കൊടുത്തുള്ളൂ. അങ്ങനെ ധൃതരാഷ്ട്ര പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രയുടെ പ്രയാസം കണ്ടിട്ട് വ്യാസൻ ചോദിച്ചു. വ്യാസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. വ്യാസൻ അവിടെ ബന്ധുവാണല്ലോ. വ്യാസൻ ഒരു കഥാപാത്രമാണ് മഹാഭാരതത്തില്, പിന്നെ അത് തെറ്റില്ലല്ലോ. വ്യാസൻ ചോദിച്ചു, എന്താ വേണ്ടേ? ഓട്ടോബയോഗ്രഫി ആണല്ലോ ഇത്. അപ്പൊ എനിക്ക് ഇത് കാണണോ, യുദ്ധരംഗം കാണണോ എന്ന് ചോദിച്ചു. ഇദ്ദേഹത്തിന് കണ്ണ് കാണാമല്ലോ. അപ്പൊ പറഞ്ഞു, എനിക്ക് കാണണ്ട, എനിക്ക് കേട്ടാ മതി എന്ന് പറഞ്ഞു. കേൾക്കണമെങ്കിൽ എന്താ മാർഗം? അന്നത്തെ CCTV ഓൺ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വ്യാസൻ ഒരു CCTV അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്താ CCTV? വിശേഷിച്ച് ഒരു ദിവ്യ ചക്ഷുസ് എന്ന് പറഞ്ഞ കണ്ണ്. ആ കണ്ണ് വിശേഷിച്ച് ആർക്ക് കൊടുത്തു? നമ്മുടെ സഞ്ജയന് കൊടുത്തു. ധൃതരാഷ്ട്രയുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് സഞ്ജയൻ, അവിടുത്തെ മന്ത്രി. അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അവിടെ കണ്ട കാര്യങ്ങൾ ഓരോന്ന് ഫ്ലാഷ് ബാക്ക് ആയിട്ട് വിവരിക്കുന്നതാണ് ഭഗവത്ഗീത. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആ വിവരിക്കുന്ന ഓരോ കാര്യം ധൃതരാഷ്ട്രൻ അപ്പം കേട്ട് കണ്ണ് കാണാൻ പാടില്ല, കേട്ട് തലയാട്ടി ഇത് മനസ്സിലാക്കി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഭഗവതിയുടെ മൊത്തം ഇതിവൃത്തം. അതിനകത്ത് കൃഷ്ണൻ കൊടുത്ത ഉപദേശമായിട്ട് അർജുനൻ രഥം കൊണ്ട് നിർത്തിയിരിക്കുന്ന ശത്രുക്കളുടെ മുമ്പിലാണ്. അത് കണ്ടപ്പോൾ ചോദിച്ച ആ വൈക്ലഭ്യം, ആ കാർപ്പണ്യദോഷം, അറിവില്ലായ്മ, അതൊക്കെയാണ് നമുക്കും പറ്റുന്നത്. നമ്മൾ പലപ്പോഴും അറിവില്ലാതെ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് പലതും പറയാറുണ്ട്, വേണ്ടപ്പെട്ടവരെ തെറ്റിദ്ധരിക്കാറുണ്ട്, വാസ്തവൻ നിജസ്ഥിതി മനസ്സിലാക്കാതെ പെരുമാറാറുണ്ട്. അതിനൊക്കെ ഒരു ഉത്തരമാണിത്. അപ്പൊ ഭഗവാൻ കൊടുത്ത ഉപദേശമാണ്. ആ ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയമായിട്ട് അർജുനത് അതേപടി മുഴുവൻ ഉൾക്കൊള്ളാൻ സാധിച്ചു. അതാണ് അശോച്യാനന്വശോചസ്തം. കുഞ്ഞേ അർജുന, അശോച്യാനന്വശോചസ്തം. നീ ദുഃഖിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഈ പറഞ്ഞ ഭീഷ്മര് മുത്തശ്ശനോ ഗുരുവോ അല്ലെങ്കിൽ കൗരവരോ നിന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നിന്നെ കിട്ടിയ അപ്പം നിന്റെ കഴുത്തിന് അമ്പ് പാഞ്ഞു വരും.
അശോച്യാനന്വശോചസ്തം പ്രജ്ഞാവാദാംശ ഭാഷസേ. നീ വലിയ മിടുക്കനാന്നുള്ള ധാരണയിൽ എന്നോട് സംസാരിച്ചില്ലേ. പ്രജ്ഞാവാദാംശ ഭാഷസേ. നമ്മൾ ചില ഭാഷയൊക്കെ പറയും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ തട്ടിക്കളയും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഈ വീരവാദം പറയാന്ന് പറയും. വലിയ വീരവാദമൊക്കെ പറഞ്ഞില്ലേ. പക്ഷെ അവര് നിന്നെ കണ്ടാൽ അപ്പം തീർക്കും. പിന്നെ നീ അവരെ കുറിച്ച് എന്തിനാ ദുഃഖിക്കുന്നത്? നമ്മളെ കുറിച്ച് ദുഃഖിക്കാത്തവരെ കുറിച്ച് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് അഫേം ചെയ്ത് പറയാണ് കൃഷ്ണൻ. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണൻ ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട്. ഗതാസൂനും അഗതാസൂംശ്ച. എത്ര പേര് ജനിക്കുന്നു ഈ ലോകത്ത് ദിവസവും നിങ്ങൾ അറിയുന്നുണ്ടോ? എത്ര പേര് മരിക്കുന്നു? നിങ്ങൾ മനോരമ പത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പത്രമോ എടുത്തു നോക്കുമ്പോൾ അതിനകത്ത് കാണാം ചരമക്കോളത്തിൽ നിറഞ്ഞു കിടക്കുന്നു, ചിരിച്ചുകൊണ്ട് ഓരോരുത്തരിയ്ക്കുന്നു. 45 വയസ്സ്, 50 വയസ്സ്, 84 വയസ്സ്, 90 വയസ്സ്, 100 വയസ്സ് എന്നൊക്കെ പറഞ്ഞ് പല റേഞ്ചിലുള്ള ആൾക്കാർ. ഇതുവല്ലം നമ്മളെ ബാധിക്കുന്നുണ്ടോ? നമ്മുടെ സ്വന്തക്കാർ നമ്മൾ അറിവുള്ളവരാണെങ്കിൽ നമ്മൾ 2 ദിവസം ദുഃഖിക്കും, 2 ദിവസം. പിന്നെ നമ്മൾ പൊറോട്ടയും ദോശയും കഴിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. അശോച്യാനന്വശോചസ്തം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂനും അഗതാസൂംശ്ച. എത്ര പേര് ജനിക്കുന്നു, എത്ര പേര് മരിക്കുന്നു. നാനു ശോചന്തി പണ്ഡിത. അറിവുള്ളവർ, പണ്ഡിതന്മാര്, ഇതുപോലെ ഗീത വായിക്കുന്നവര്, ബ്രാഹ്മണര് ദുഃഖിക്കാൻ പാടില്ല. നാനു ശോചന്തി പണ്ഡിത. ദുഃഖിക്കരുത്. ഒരൊറ്റ വാഴ. ഇതാണ് തുടക്കം. 11ാമത്തെ അധ്യായം, 11ാമത്തെ ശ്ലോകം 2ാം അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട രസകരമായ ഒരു ശ്ലോകമാണ്. ഇങ്ങനെയുള്ള ശ്ലോകം നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളിത് അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രായോഗികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചാലാണ്. അതുകൊണ്ട് നമുക്ക് അതുപോലെ അതിനകത്ത് ഒരുപാടുണ്ട് പറഞ്ഞാൽ. 2ാം അധ്യായത്തിൽ 27ാം ശ്ലോകം വളരെ ധൈര്യം തരുന്ന, 27, 28 ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. എല്ലാം കൂടെ പറയാൻ നമുക്ക് സമയമില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാനേ ഇപ്പൊ സമയമുള്ളൂ. അതായത് ജാതസ്യ ഹി ധ്രുവോർമൃത്തി ധ്രുവം ജന്മമൃതസ്യ 27ാമത്തെ ശ്ലോകം സാങ്ക്യം. തസ്മാത് അപരിഹാരാർത്ഥേന നത്വം ശോചിതും അർഹസി. നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. ഈ ലോകത്തെ ഈശ്വരീയമായ നിയമങ്ങൾ, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഇതൊന്നും മാറ്റാൻ നിനക്ക് പറ്റില്ല. എന്തിനാ? നമ്മുടെ വയറ്റിൽ കഴിച്ച സാധനം ദഹിപ്പിക്കാൻ പോലും നമുക്ക് കഴിവില്ല. നമ്മളൊന്നും അല്ല ദഹിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ഡൂയിങ് ബൈ സംബഡി എൽസ്. ശരിയല്ലേ? നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ വേണേൽ എക്സസൈസ് ചെയ്യും, നടക്കാൻ പോകും രാവിലെ, പ്രഷറും ഷുഗറും ഒക്കെ കൂടിയിട്ട്. അതല്ലാതെ നമ്മളായിട്ടൊരു കൃത്യമായിട്ട് അകത്തെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും നമ്മൾ അറിയുന്നുണ്ടോ? 55,000 അണുക്കൾ വയറ്റി പണിയെടുക്കുന്നുണ്ട് ദഹിപ്പിക്കാൻ. ഇതൊന്നും നമുക്കറിയില്ല. അത് വിട്ടേക്കുക. അടുത്ത ശ്ലോകം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കൃഷ്ണനാണ്, ഗോപാലകൃഷ്ണനാണ്, സരസ്വതിയാണ്, പിന്നെ ജാനകിയാണ്, അന്തോണിയാണ്, അബ്ദുള്ളയാണ്, ഔസേപ്പാണ്. ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് അമ്മയുടെ വയറ്റി വരുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു നമുക്കറിയാവോ? അതാണ് അവ്യക്താദീനി ഭൂതാനി. ഭൂതകാലം നിനക്ക് അറിഞ്ഞുകൂടാ അർജുന. ഇപ്പം നിനക്കറിയാം ആരാണ് നീ. മധ്യമ പാണ്ഡവനാണ് നീ, അർജുനാണ് നീ, സുന്ദരനാണ്, പാർത്ഥനാണ്, സവ്യസാചിയാണ്, വിജയനാണ്, ധനഞ്ജയനാണ്. ഇതൊക്കെ നിനക്കറിയാം ഇല്ലേ? മധ്യമ പാണ്ഡവനാണ്, മിടുക്കനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതാണ് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത. മധ്യത്തിൽ നമ്മൾ ആരാന്നൊക്കെ നമുക്കറിയാം. ഇനി അവ്യക്ത നിധനാന്യയുവ. തിരിച്ചു പോകുന്നത് അവ്യക്തതയിലേക്കാണ്. നിങ്ങളുടെ മുത്തച്ഛൻ മരിച്ചു പോയിട്ട് പറഞ്ഞിട്ടുണ്ടോ, ഞാനിപ്പോൾ സ്വർഗത്തിലാണ്, എനിക്ക് പരമസുഖമാണ്, അവിടെ ആധാർ കാർഡൊന്നും വേണ്ട, അല്ലാതെ തന്നെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും, ഇവിടുത്തെ പോലെ ക്യൂ നിൽക്കണ്ട? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെ പോകുന്നു എന്ന് ആർക്കറിയാം? വ്യക്തമധ്യാനി അവ്യക്ത നിധനാന്യയുവ തത്രക പരിദേവന. അവിടെയാണ് പോയിന്റ്. തത്രക പരിദേവന. എന്തിനാ ദുഃഖിക്കുന്നേ? നമ്മുടെ കൺട്രോളിലല്ല മോനെ ഇതെല്ലാം. നമ്മുടെ കൺട്രോളിലൊന്നുമില്ല. മയൈവതേ നിഹത പൂർവമേവ നിമിത്തമാത്രം ഭവസവ്യസാചിൻ. നീ യോഗക്ഷേമ സഭയുടെ ഉത്തരവാദിത്തമുള്ള പ്രസിഡന്റായിട്ട്, സെക്രട്ടറി ആയിട്ടോ ഒക്കെ ഇരുന്ന് നീ നിന്റെ കർത്തവ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നീ ഒരു നിമിത്തം മാത്രമാണ്. അത് കർമ്മം അതിൻ്റെ വഴിക്ക് നടക്കും. ഞാൻ പ്രഭാഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ പാട്ട് പാടുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിയോഗമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടാക്കി ചെയ്യാം. അതുപോലെ വളരെ ജീവിത പാഠത്തിൽ ഉൾക്കൊണ്ട് സംഘാത് സംജായതേ കാമ. കർമ്മയോഗത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഇതിനകത്ത് കർമ്മയോഗം, ബുദ്ധിയോഗം ഒരുപാട് പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എല്ലാം കൂടെ നമുക്ക് പറയാൻ ഇച്ചിരി സ്പീഡ് കൂടുക, ഞാൻ പറയാൻ അല്ലെങ്കിൽ തീരില്ല. കർമ്മയോഗം, ബുദ്ധിയോഗം, സാഖ്യയോഗം എന്നുള്ള അധ്യായത്തിൻ്റെ പേരാണ്. അതുപോലെ ഭക്തിയോഗം, ജ്ഞാനയോഗം. ഇതിൽ ജ്ഞാനയോഗമാണ് വളരെ പ്രധാനം. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അറിവാണ്. അറിവില്ലെങ്കിൽ ഒന്നുമില്ല. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ഇവിടെ നേരത്തെ ഒരാൾ പറഞ്ഞു. അറിവാണ് ബ്രഹ്മം, അറിവാണ് എല്ലാം. അതിൽ സംഘാത് സംജായതേക്കാം. സംഘം വരുംതോറും നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ വേദാന്തം ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഈ നമ്മുടെ കാമക്രോധങ്ങളാണ്.
കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇതിനെ ഷഡ് വൈരികൾ, 6 വൈരികൾ, 6 ശത്രുക്കൾ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അയലോകത്തെ ഭാസ്കരൻ ചേട്ടനല്ല നമ്മുടെ ശത്രു, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ ശത്രു. അതെന്തൊക്കെയാണ്? കാമം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, ക്രോധം ദേഷ്യം, മോഹം, ലോഭം. ലോഭം എന്ന് പറയാൻ എനിക്ക് മാത്രം മതി. അതിലോഭാൽ സുയോധന, ദുര്യോധൻ നശിക്കാൻ കാരണം എനിക്ക് മാത്രം മതി എന്നുള്ള വിശ്വാസമാണ്. സൂചി കുത്താനിടം പോലും പാണ്ഡവർക്ക് കൊടുക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ടാണ്. ഭഗവാൻ പോലും ദൂതിനി എന്നിട്ട് പോലും പുള്ളി അതിന് കുലുങ്ങിയില്ല. അതോടെ നാശം പൂർണ്ണമായി. അപ്പൊ ആ ലോഭം, മോഹം, മതം, മാത്സര്യം. നമുക്ക് മതം, മാത്സര്യം, പൈസയൊക്കെ വന്ന് നല്ല ആരോഗ്യവും നല്ല പ്രായത്തിലൊക്കെ മതം തോന്നും. അയലോക്കാരൻ്റെ 2 സെന്റ് വെട്ടിപ്പിടിച്ച് അല്ലെ അവനെ പറ്റിച്ച് തിന്നണം എന്നൊക്കെ തോന്നും. മാത്സര്യം, എൻ്റെ മകള് മറ്റുള്ള അയലോക്കത്തെ മകളെക്കാളും മാർക്ക് കൂടുതൽ മേടിക്കണം, മത്സരബുദ്ധി. അല്ലെങ്കിൽ ഞാൻ അവനേക്കാളും നല്ല കാറ് മേടിക്കണം, മുന്തിയ വീട് വെക്കണം. ഇങ്ങനെ 6 ഷഡ് വൈരികൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇതിൽ വല്ല അർത്ഥമുണ്ടോ? ഇതൊന്നും നമ്മൾ കൊണ്ടുപോകില്ലല്ലോ. നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു മുണ്ട് പോലും നമ്മൾ കൊണ്ടുപോകില്ലല്ലോ. എന്നാലും നമ്മളെ മനുഷ്യനെ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഈ ഷഡ് വൈരികളെ കീഴടക്കാനാണ്. ഷഡ് വൈരികളെ കീഴടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കീഴടക്കുന്ന എങ്ങനെയാണ്? കീഴടക്കുന്ന ഈ തത്വങ്ങൾ അറിയുമ്പോഴാണ്. കാരണം സംഘാത് സംജായതേ കാമ. നമുക്ക് എന്തിനോട് സംഘം ഉണ്ടാകുമ്പം ഒരാളെ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒക്കെ ആവാം, ആരാണെങ്കിലും നമുക്ക് ഒരു പുരുഷനും ഇഷ്ടപ്പെട്ടു, അവർ സുഹൃത്തുക്കളായി. സംഘം കൊണ്ട് കാമം ഉണ്ടാവും, ആഗ്രഹം തോന്നും. അപ്പം അവൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടു, അത് ആഗ്രഹം തോന്നി. ആ ആഗ്രഹം നടന്നില്ലേ, ഉടനെ ക്രോധം. ആ കാമത്തിൽ നിന്നാണ് സ്റ്റാർട്ടിങ് എല്ലാം. കാമം, ക്രോധം, ലോഭം, പിന്നെ എനിക്ക് വേണം എന്നുള്ളത്, മതം, മാത്സര്യം, ഇതെല്ലാം അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് സംഘാത് സംജായതേ കാമ, കാമാത് ക്രോധാഭിജായതേ. കാമം നിഷ്ഫലമാകുമ്പോൾ ക്രോധം, ദേഷ്യം വരും അല്ലേ? എല്ലാവർക്കും അങ്ങനെയല്ലേ? ഒരു കാര്യം ആഗ്രഹിച്ച് കിട്ടി, ദേ കണ്ടോ, സ്വഭാവം മാറി. അപ്പൊ കാമാത് ക്രോധാഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹം വരുമ്പോൾ നമ്മുടെ മറ്റു വിചാരമൊക്കെ മാറും. എനിക്കത് എങ്ങനെയെങ്കിലും വേണം. ചില പെണ്ണുങ്ങൾ വാശി പിടിക്കുന്ന കണ്ടിട്ടില്ല ചില കാര്യത്തിന്, ചില കുട്ടികളെ പോലെ. അത് വരുമ്പോൾ എനിക്ക് അത് എങ്ങനെയെങ്കിലും വേണം. അതാണ് കാമാത് ക്രോധാഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ. ആ സമൂഹത്തിൽ പെട്ടുപോകും. സമൂഹം വന്നാൽ എന്ത് പറ്റും? സ്മൃതി വിഭ്രമ, ഓർമ്മ പോവും. അയ്യോ ഞാനൊന്നും ഓർക്കാതെ വല്ലതൊക്കെ വിളിച്ച് പറഞ്ഞല്ലോ ദൈവമേ എന്നൊക്കെ നമ്മൾ പിന്നീട് പറയും. ആ പ്രതിഭ്രംശം വന്നാലോ, സ്മൃതി ഓർമ്മ പോയാൽ ബുദ്ധിനാശാത് പ്രണശ്യതി, അതോടെ പൂർണ്ണമാകും. ബുദ്ധിനാശം വന്നതോടുകൂടി നമ്മൾ നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു പോയി തൂങ്ങിച്ചാവുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അല്ലെ ട്രെയിനിന് തലവയ്ക്കും. ഇങ്ങനെ ഒരുപാട് ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലെ നിത്യജീവിതത്തിൽ നമുക്ക് പിന്നെ പ്രായോഗികമാക്കാനുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ശ്ലോകം കൂടി ഞാൻ പറയാം. സാഖ്യയോഗത്തിൽ തന്നെ ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന എന്ത് സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര. അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കാണാം. തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. നമ്മൾ ഈ കാണുന്ന ശരീരം, ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര. നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറഞ്ഞു, നാളെ തൊട്ട് ഞാൻ യൗവനാകുമ്പോൾ കേട്ടോ, ചേട്ടൻ ഒന്ന് കരുതിയിരുന്നു, നിങ്ങളോട് പറഞ്ഞോ? ദേഹിനോ അസ്മിൻ യഥാ ദേഹത്തിൽ എങ്ങനെയാണോ കൗമാരം, ബാല്യം, യൗവനം ഒക്കെ മാറി മാറി വരുന്നത്, ഒരു ദിവസം നോക്കുമ്പോൾ മുടി നരച്ചിരിക്കുന്നു, മുഖം ചുളിഞ്ഞിരിക്കുന്നു, വയസ്സായി തുടങ്ങിയെന്നർത്ഥം കണ്ണാടി നോക്കിയപ്പോൾ. പിന്നെ ഡൈ ചെയ്യാനും അതിനൊക്കെ പോകണം. അപ്പൊ ദേഹിനോ അസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര. ഇതേപോലെ ശരീരത്തിൽ വരുന്നൊരു മാറ്റം മാത്രമാണ് ദേഹാന്തരപ്രാപ്തിർ. ദേഹാന്തരപ്രാപ്തിയും അതുപോലൊരു മാറ്റമാണ്. അതായത് മരണവും അതുപോലൊരു മാറ്റം മാത്രമാണ്. കർമ്മഫലം അനുസരിച്ച് നമുക്ക് കിട്ടുന്നതാണ്. ആ ദേഹാന്തരപ്രാപ്തി ഉണ്ടാകുന്ന നോക്ക് നമ്മൾ ദുഃഖിക്കരുത്. ധീരസ്തത്ര ന മുഹ്യതി, മോഹിക്കരുത്. ധീരന്മാർ അത് കണ്ട് മോഹിക്കരുത്. ഇവരെന്നൊരു ദശ അറിവുള്ളവർ. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത്. നമുക്ക് ഒരു സമയം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ 8:15 തുടങ്ങിയത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ എന്തെങ്കിലും നമുക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ചർച്ച ചെയ്യാം. സംഘാടകര് ഒന്ന് നോക്കിയിട്ട് പറയുക, എന്തെങ്കിലും ചർച്ച ചെയ്യണേ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാന്ന് വെച്ചാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉണ്ണികൃഷ്ണൻ ഒരു 10 മിനിറ്റ് കൂടി എടുത്തിട്ട് കൺക്ലൂഡ് ചെയ്തോളൂ. ശരി ശരി, ഒരു 10 മിനിറ്റ് സംവാദത്തിന്. ഓക്കെ. അപ്പൊ മതി. എനിക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മളിങ്ങനെ മണിക്കൂറുകൾ സംസാരിക്കുന്ന ആളായതുകൊണ്ട് അത് കുഴപ്പമുണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ബോറടിക്കരുത്, സമയം പോരുത്, അതുകൊണ്ടാണ്. എന്തായാലും നമ്മള് ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ 11-ാം അധ്യായം തീർച്ചയായിട്ടും നമ്മൾ വായിച്ചിരിക്കേണ്ട. ദിവസവും ഒരു തവണയെങ്കിലും വായിച്ചാല് അത് നന്നായിരിക്കും. അതില്
11-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് അവസാനത്തെ 66-ാമത്തെ ശ്ലോകം ഞാൻ പറഞ്ഞു ഇല്ലേ? സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ അഹം ത്വാ സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കി കഴിഞ്ഞ് നമ്മൾ ഈശ്വരനിലേക്ക് ചെന്ന് ചേരും. അതിന് നിന്റെ കർമ്മങ്ങൾ ഭംഗിയാക്കിയ പിന്നെ എന്നെ ഏൽപ്പിച്ചു, പിന്നെ നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈശ്വരനെ സാക്ഷിയാക്കിക്കൊണ്ട് സകല കർമ്മങ്ങളും ചെയ്യുക. കർമ്മം ചെയ്യാതിരിക്കരുത്. അകർമ്മവും പാടില്ല, വികർമ്മവും പാടില്ല. കർമ്മം ചെയ്യാതിരിക്കാനും പറ്റില്ല. ഏറ്റവും ചെറിയ കർമ്മം ഏതാ ജീവിതത്തിൽ? പറയാമോ ആരെങ്കിലും? ഏറ്റവും ചെറിയ കർമ്മം മനുഷ്യന്റെ ശരീരത്തിൽ കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. നമ്മുടെ ചെറിയ കർമ്മം എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസമാണ്. ഏറ്റവും ചെറിയ, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവസാനത്തെ ഏറ്റവും വലിയ കർമ്മം ഏതാ? മരണമാണ്. അപ്പൊ ജനനം തൊട്ട് മരണം വരെ നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. അത് അകർമ്മവും ചെയ്യാൻ പാടില്ല, വികർമ്മവും ആവാൻ പാടില്ല. നമ്മൾ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ എല്ലാം തീർത്ത് ഭംഗിയാക്കി കഴിഞ്ഞാൽ ഭഗവാനെ പോയി ശരണം പ്രാപിക്കണം. ശരണം പ്രാപിക്കുന്ന ശരണാഗതി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു നിഷ്കളങ്കമായിരിക്കണം. നമ്മളെ കർമ്മങ്ങൾ ശുദ്ധമായിരിക്കണം, നമ്മുടെ നിഷ്കളങ്കമായ ഈശ്വരഭക്തി ആയിരിക്കണം. അതിലാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ടതായിട്ടില്ല. അദ്ദേഹം നോക്കിക്കോളൂ. ഒരാളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ പുള്ളി നോക്കിക്കോളൂ. അത് തന്നെയല്ല ഈ ഗീത ക്ലാസ് എടുത്ത് കൊടുക്കുന്നവർക്ക് നച തസ് മാനുഷ്യേഷു എന്നും പറഞ്ഞൊരു ശ്ലോകമുണ്ട്. 69-ാമത്തെ ശ്ലോകം. നച തസ് മാനുഷ്യേഷു കശ്ചിന്മേം പ്രിയകൃത്തമ. ഈ ഗീതാ ക്ലാസ്, ഗീത എന്ന് പറയുന്ന ഗുഹ്യതമമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. രഹസ്യമായിട്ടൊരു ഉപദേശമായത്. ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ലെന്നാണ് രമണ മഹർഷിയോട് പറഞ്ഞ പോലെ. മറ്റേ പൊട്ടിയെ എല്ലാം തുറന്നു വെച്ചിട്ട് അത് എന്നോട് ക്ഷമിക്കണം എന്ന്, വിവരങ്ങളൊക്കെ തുറന്ന് എല്ലാം കൂടെ പറയരുത്. എല്ലാവരോടും കഥകളൊക്കെ പറയാം, ഇത് പറയാൻ പാടില്ലെന്ന് പറയും എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് നച തസ് മാനുഷ്യേഷു കശ്ചിന്മേം പ്രിയകൃത്തമാ. അങ്ങനെ നമ്മുടെ ഗീതാ ക്ലാസ് പറഞ്ഞു കൊടുത്താൽ ഭവിതാൻ അജമേൻ തസ്മാതന്യ പ്രിയതരോ ഭുവി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആര്? ഇപ്പം ഞാനായിരിക്കും ഗീതാ ക്ലാസ് എടുക്കുന്നതുകൊണ്ട്. ഗീതാ ക്ലാസ് ഇത് രഹസ്യം പറഞ്ഞു കൊടുക്കുന്നവൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരൻ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ക്ലാസ് എടുക്കണം. നിങ്ങൾ ഓരോരുത്തരും ഭഗവാനിൽ ഇഷ്ടപ്പെട്ടവരാണ്. ഭഗവാന്റെ പ്രീതി നിങ്ങൾക്ക് കിട്ടണം. അത് രഹസ്യമായിട്ടുള്ള ഉപദേശമായിട്ടാണ് ഭഗവാൻ. ഗുഹ്യതമം എന്നൊക്കെ അതിൽ പ്രയോഗമുണ്ട്. ഗീത എടുത്തിട്ടുള്ളവർക്കറിയാം. പിന്നെ ഇതില് പണ്ടൊരു ശ്ലോകം, നൈനം ചിന്തതി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂർമാത്തോംഗസ്തകർമ്മണി പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. യത്ര യോഗേശ്വരത് കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോർഭൂതിർ ധ്രുവാനീതിർമതിർമമ. അവസാനത്തെ ശ്ലോകമാണ്. സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം, ക്ഷമിക്കണം, എത്ര യോഗേശ്വരത് കൃഷ്ണോ എത്ര പാർത്ഥോ. ഇപ്പോഴത്തെ സയന്റിഫിക് വേൾഡിന് പറ്റിയൊരു ശ്ലോകമാണ് അവസാനത്തെ ശ്ലോകം, 700-ാമത്തെ. അത് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതിൽ എവിടെ യോഗേശ്വരനായ കൃഷ്ണനുണ്ടോ, എവിടെ ധനുർധരനായ പാർത്ഥനുണ്ടോ, ശ്രദ്ധിച്ചു കേൾക്കണം. എവിടെ അമ്പും വില്ലും ധരിച്ച പാർത്ഥനുണ്ട് എന്ന് വെച്ചാൽ ആറ്റം ബോംബ് കയ്യിലുള്ള മോദിയുണ്ടോ, എവിടെ ആയുധമേന്തിയ ശാസ്ത്രജ്ഞൻ, അവൻ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുള്ളൂ. ഒരാൾ മാത്രം പോരാ. ആയുധം ഒരു അരവട്ടൻ്റെ കൈ കിട്ടിയാലോ. ഇപ്പൊ ലോകത്തിനെ പല മടങ്ങ് നശിപ്പിക്കാൻ പറ്റിയ ന്യൂക്ലിയർ ബോംബും ആറ്റം ബോംബും ഒക്കെ പല രാജ്യങ്ങളിലും കയ്യിലുണ്ട്. എത്ര വട്ടം വേണമെങ്കിൽ ഭൂമിയെ നശിപ്പിച്ച് ചാമ്പലാക്കാം. അത് വിവരമില്ലാത്തൊരു പ്രാന്തന്റെ കയ്യിലാണ് കിട്ടിയെങ്കിലോ, കമ്പ്യൂട്ടറിൽ ടക്കടക്കടയെന്ന് 2 അടി അടിച്ചിട്ട് അവൻ ഇതങ്ങ് തൊടുത്ത് വിട്ടാൽ എന്ത് ചെയ്യും? ലോകം വെണ്ണീറാവൂലേ?
അതുകൊണ്ടാണ് പറഞ്ഞത് വിവരമുള്ള ഒരുത്തം വേണം ഉപദേശിക്കാൻ. എത്ര യോഗേശ്വര കൃഷ്ണോ, ഭഗവാൻ ഉപദേശിച്ചുകൊണ്ടാണ് അർജുനെ യുദ്ധം ജയിക്കാൻ പറ്റിയത്. ആ യുദ്ധം കഴിഞ്ഞ് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അതിൽ നിന്ന് രഥത്തിൽ നിന്ന് ടാക്സി ഡ്രൈവർ ആണല്ലോ ഭഗവാൻ. ഭഗവാൻ ഇറങ്ങിയില്ല. കാരണം ആദ്യം ഡ്രൈവറല്ലേ ഇറങ്ങുന്നത്, എന്നിട്ട് മുതലാളിക്ക് പുള്ളി ഇറങ്ങിയില്ല. അവസാനം പ്രാർത്ഥന ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഹനുമാൻ കൊടിയടയാളമായിട്ട് ഹനുമാനാണ്, ആഞ്ജനേയനാണ് ഇരിക്കുന്നത് കൊടിയടയാളത്തിൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്. ഹനുമാനും അവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ രഥം കത്തിപ്പോവും, കത്തിച്ചാമ്പലാവും. കാരണം അത് ഒരു ഭഗവാന്റെ മായാബലം കൊണ്ടാണ് നിന്നത്. അതുകൊണ്ടാണല്ലോ അർജുൻ്റെ തലയ്ക്ക് നേരെ ഒരു അമ്പ് വന്നപ്പം ബ്രേക്ക് ചവിട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പുള്ളി ഒരു കട്ടറിലൊക്കെ ചാടിച്ച് കിരീടം കൊണ്ട് പോയത്. അമ്പ് അർജുൻ്റെ തല പോകേണ്ടതാണ്. അപ്പൊ അതാണ് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഹ. ഭൂമി എത്ര നമ്മുടെ അർജുനൻ, വില്ലാളി വീരനായ അർജുനൻ മാത്രം പോരാ, വിവരമുള്ളൊരു കൃഷ്ണനും വേണം, ഒരു ആചാര്യം വേണം, ഒരു ഉപദേശിക്കാൻ പറ്റിയ ആള് വേണം ഒരു കുടുംബത്തിൽ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരു സഭയിൽ. അങ്ങനെ വന്നാൽ എന്താ ഗുണം? അതാണ് അവിടെ സർവത്ര വിജയം. ധനുർധരഹ തത്രസി വിജയോർഭൂതി ധ്രുവാൻ ഈതിർമ്മതിർമ്മമ. ഉറപ്പായിട്ടും അവിടെ സർവത്ര വിജയം ഉണ്ടാവും. അങ്ങനെയാണ് സർവത്ര വിജയം നമുക്ക് ഭഗവത്ഗീതയിൽ കൂടെ കിട്ടുന്നത്. അത്രേ ഉള്ളൂ. സമയം കുറവായിട്ടാണ് കേട്ടോ. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. അറിയാവുന്നത് നമുക്ക് ഷെയർ ചെയ്യാം, അല്ലാത്ത നമുക്ക് ചർച്ച ചെയ്യണം. നിങ്ങൾ ഇത് തന്നെ സംവാദ രൂപത്തിലാണ്. നമ്മുടെ എല്ലാ പുരാണങ്ങളും സംവാദ രൂപത്തിലാണ്, ഭാഗവതം സംവാദ രൂപത്തിലാണ്, അല്ലേ? വളരെ ഞാൻ ചെറിയ തോതിലാണെങ്കിൽ അംഗങ്ങൾ പങ്കെടുത്തവരിലും സംശയം എന്നുള്ളതല്ല, ധാരണമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആശയങ്ങൾ പരസ്പരം കൈമാറുക എന്നുള്ളതാണ്. സംശയങ്ങൾ ഉണ്ടാകാം, അതും തീർക്കാം. ഒരു സംശയം 9:30 വരെയൊക്കെ സമയമുണ്ട്, കുഴപ്പമില്ല. ഓരോരുത്തർക്കായിട്ട് മുന്നോട്ട് വരാം. അല്ല, ഞാൻ ചോദിച്ചത് എനിക്കും എന്തെങ്കിലും ആശയങ്ങൾ കിട്ടുവേ ചോദിക്കുമ്പോ. അതെ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. എന്റെ പേര് നീലകണ്ഠൻ, ഞാൻ കാലടി എന്നാണ് വിളിക്കുന്നത്. ഇവിടെ കർമ്മണ്യേവാധികാരസ്ഥേ മാഫലേഷു കഥാചന എന്ന് പറയുന്നുണ്ടല്ലോ. അതായത് കർമ്മഫലം നമ്മൾ ഇച്ഛിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ നമ്മൾ ഫലം ഇച്ഛിക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് വളരെ വിശന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ്. അദ്ദേഹം ആ ഭക്ഷണം കഴിച്ച് സന്തോഷിച്ച് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അതൊരു തരത്തിലുള്ള ഫലമല്ലേ? അതുപോലെ പല ഉദാഹരണങ്ങളും. അത് നെല്ലട ചേട്ടാ പറഞ്ഞ ശരിയാണ്. കർമ്മം നമ്മൾ സാധാരണ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ ലെവലിൽ നിന്ന് ഉയരാനാണ് ഭഗവത്ഗീത പഠിക്കുന്നത്. സാധാരണ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പറഞ്ഞ ശരിയാണ്. നമുക്കൊരാൾ താങ്ക്സ് പറഞ്ഞില്ലേ എനിക്കും വിഷമം തോന്നും. നമ്മളൊരു കാര്യം ഉപകാരം ചെയ്തിട്ട് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ലോടാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. പക്ഷെ നമ്മൾ അത് പ്രതീക്ഷിച്ച് ചേരുന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോൾ അതിൽ നിന്നൊരു ഗുണം കിട്ടും. ഞാനിപ്പോൾ ഒരു സാധുക്കളെ സഹായിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, അപ്പോൾ എനിക്ക് അടുത്ത ദിവസം അതിൻ്റെ ലോട്ടറി അടിക്കും, അല്ലെ എന്തെങ്കിലും ഒരു ഇൻകം എനിക്ക് കൂടുതലായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണം. അമ്പലത്തിൽ വഴിപാട് കൊടുക്കുന്ന കണ്ടീഷനിലാണ് പലപ്പോഴും. നമ്മൾ ഒരു ഇന്ന കാര്യം നടന്ന എൻ്റെ മകൾക്ക് ജോലി കിട്ടിയാൽ, എൻ്റെ മകന് കല്യാണം നടന്നാൽ ഞാൻ ഇന്ന കാര്യം ചെയ്തേക്കാം. അപ്പോൾ കർമ്മഫലം ഇച്ഛിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഭഗവാന് വേണ്ടിയിട്ട് വഴിപാട് നമ്മൾ ഒരു കോൺട്രാക്ട് ബേസിലാണ് ചെയ്യുന്നത്. അത് കർമ്മഫലം ഇച്ഛിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഉദാഹരണം പറയാം. അതേപോലെ അല്ല, ഈശ്വരന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സമർപ്പിക്കുന്നു അതാണ്. അപ്പം നമ്മൾ ഗീതയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, വെറുതെ പച്ചവെള്ളം കൊണ്ട് കൊടുത്താൽ മതി, ജലം, പുഷ്പം, എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി എന്ന് പറയാം. അപ്പം നമ്മൾ കർമ്മം ഇച്ഛിച്ചുകൊണ്ട്, അതായത് എനിക്ക് ഇന്ന ഗുണം കിട്ടണം എന്ന് ഇച്ഛിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. അത് നമ്മളിൽ നിയോഗമായിരിക്കുന്ന കർത്തവ്യമാണ്. അത് നമ്മൾ പൂർത്തീകരിക്കുക. നമ്മുടെ ഈ ജന്മത്തെ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. നമ്മൾ ഒരു ഉപകാരം ചെയ്തിട്ട് മിണ്ടാതെ പോകും. ഉപകാരം ചെയ്ത് ഒരു താങ്ക്സ് പോലും വാങ്ങിക്കാൻ നിൽക്കാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർ ഗീതയുടെ തത്വം നേരിട്ട് മനസ്സിലാക്കിക്കോണമെന്നില്ല. ചിലപ്പോൾ ഇത് ഗീതയുടെ തത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവർ കാണും. നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ അങ്ങനെ ഒരുപാട് പേർക്ക് ഉപകാരം ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാനതല്ല ഉദ്ദേശിച്ചത്. അതെനിക്ക് മനസ്സിലായി. നമ്മളിപ്പോ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നന്മ കിട്ടണം എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് നന്മ കിട്ടുമ്പോ അത് നമുക്കൊരു സന്തോഷം തരുന്നുണ്ടല്ലോ. ആത്മസംതൃപ്തി നമുക്ക് തരുന്നുണ്ടല്ലോ. അതൊരു തരത്തിൽ ഫലം എന്ന് പറഞ്ഞുകൂടായിരുന്നാ ഞാൻ ചോദിച്ചത്.
അത് ഫലമായിട്ട് കൂട്ടണ്ട, സംതൃപ്തിയായിട്ട് കൂട്ടിക്കോളൂ. ആ, അതുപോലും വേദാന്ത ഭാഷ പറഞ്ഞ അതുപോലും നിഷിദ്ധമാണ്. അത് നമ്മൾ പറയണ്ട. നമുക്ക് ആ കിട്ടുന്ന സംതൃപ്തി, നമ്മൾ ഭൗതിക ജീവിയാണല്ലോ മനുഷ്യരെല്ലാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അതിൽ നിന്നൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ കുറെ കാലമായിട്ട്, വർഷങ്ങളായിട്ട് എനിക്ക് ഈ പ്രഭാഷണമൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പം വഴിപാട് നടത്തുന്നതിലും കൂടുതൽ അവിടെ ഇരിക്കുന്ന പാവങ്ങൾ ആരെങ്കിലും ആ പ്രദേശം ഉണ്ടെങ്കിൽ ഭിക്ഷക്കാരായിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ ആൾക്കാർ അവരൊക്കെ ടൈം കെട്ടി പോയി, IT ഫീൽഡിലായി. ഞാൻ ചെല്ലുമ്പോ അടുത്ത ചായക്കടയിൽ നിന്ന് ഇഡ്ഡലിയും ചമ്മന്തി, രണ്ടോ മൂന്നോ ഇഡ്ഡലി അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഭക്ഷണം ഓരോ കിറ്റിലാക്കി എത്ര വരെ എണ്ണം ഉണ്ടെന്ന് നോക്കിയിട്ട് അവർക്ക് ഞാനിത് കൊടുത്തിട്ട് പോകും. അവർക്ക് ആ കൊടുക്കുമ്പോൾ ഒരു ചിരി, നമുക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പൈസ കൊടുക്കൂല, ഒരു ചിരി അവർക്ക് കിട്ടുന്നത് അത് നമുക്ക് ഒരു സംതൃപ്തി തരുന്നുണ്ട്. അത് ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്, അത് തെറ്റല്ല. പക്ഷെ ആ സംതൃപ്തി ഒരു കർമ്മഫലമല്ല. കർമ്മഫലമാണ് നമ്മൾ തെറ്റിദ്ധ. അതേ പറഞ്ഞു, അത് ചെയ്തോണ്ട് എനിക്ക് ഇന്ന ഗുണം കിട്ടി എന്ന് നമ്മൾ വിചാരിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ചിലപ്പോൾ അമ്പലത്തിൽ 2 മണിക്കൂർ ക്യൂ, നമ്മൾ വേറെ താമസിച്ച് പോകേണ്ട ക്യൂ നിൽക്കേണ്ടി വന്നേക്കാം തൊഴാൻ. ഉണ്ടോ ഭഗവാൻ, ഞാൻ ഈ അവർക്ക് ഇഡലി പ്രഭൂതി വാങ്ങിച്ചു കൊടുത്തിട്ട് എന്നെ 2 മണിക്കൂർ ക്യൂ നിർത്തി വെയിലത്ത് എന്ന് നമ്മൾ ചിന്തിക്കണ്ട. മനസ്സിലായി? ഒരു പോയിന്റ് എന്ന് പറഞ്ഞോട്ടെ, ഞാൻ അത് കിട്ടിയാലും ഇല്ലേലും അതിനെ ഒരേ മനസ്സോടെ നമ്മൾ കാണാനുള്ള ഒരു രീതിയിലോട്ട് വരണം അല്ലേ? അതല്ലേ അതിന്റെ ഒരു കിട്ടിയാലും ഇല്ലേലും ഒരേ രീതിയിൽ നമ്മള് അതാണ് എന്റെ വ്യത്യാസം. അതായത് നമുക്ക് സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയും, നമുക്ക് എപ്പോഴും സാധിക്കുന്നതല്ല അത്. നമ്മള് ദുഃഖം വരുമ്പോൾ നിലവിളിക്കും, സന്തോഷം വരുമ്പോൾ നമ്മൾ തുള്ളിച്ചാടും. ഇത് രണ്ടിന്റെ ഇടയിലുള്ള കാര്യമാണ് സ്ഥിതപ്രജ്ഞത്വം. സമബുദ്ധി എടുത്തു പറയണ്ട്, സമബുദ്ധി എന്ന് എടുത്തു പറയണ്ട് ഗീതയില്. ആ സമബുദ്ധി നമുക്ക് എപ്പോഴും നമുക്ക് പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ നമ്മൾ ചിന്തിച്ച് തന്നെ നമ്മൾ ശീലമാക്കണം. പെട്ടെന്ന് നമുക്കിപ്പോൾ ദേഷ്യം വരുന്നു, ദേഷ്യം കുറച്ചിട്ടില്ലേ ചിലരും നമ്മുടെ ജീവിതത്തിൽ? 10 കൊല്ലം മുമ്പ് വരുന്ന ദേഷ്യം ഇപ്പം നമുക്ക് വരുന്നുണ്ടോ? നമ്മൾ അനുഭവത്തിൽ നിന്ന് അയ്യോ നമ്മൾ ഇച്ചിരി പക്വത കാണിക്കണം, നമുക്ക് ഇത്രയും കൊച്ചു പിള്ളേരൊക്കെ ആയി, അല്ലെ കൊച്ചുമക്കളായി, അല്ലെ മകൻ ഇത്രയും വലുതായി, മകൾ ഇത്രയും വലുത്, നമ്മൾ കുറച്ച് മാന്യത കാണിക്കും. ഒരു സഭയിൽ നമ്മൾ പെരുമാറുന്നത് വളരെ ശ്രദ്ധിക്കില്ല. പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ വന്നാൽ നമ്മൾ എന്ത് ഡിസിപ്ലിൻ പാലിക്കും? മിണ്ടല്ലേടാ പിള്ളേരുടെ ഒക്കെ പറയും. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം, നമ്മളത് ശീലത്തിലേക്ക് ആവാത്തോണ്ടാണ്. ഈ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ മധു കുട്ടമ്പേരൂരാന്ന് തോന്നുന്നു അല്ലേ ഇപ്പൊ ഒന്ന് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ സ്വയം ഉയരണമെങ്കിൽ നമ്മൾ ഗീത ചർച്ച ചെയ്യണം, നിരന്തരം ചർച്ച ചെയ്യുകയും വായിക്കുകയും വേണം. അത് വായിച്ചാൽ മാത്രമേ നമുക്കിത് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളൂ. അത് നമ്മൾ ഇത് കുറച്ച് ദിവസം ഈ ഗീതയെ പറ്റി നമ്മൾ കേട്ടതിന് ശേഷം നമ്മൾ ആ പക്വതയിലേക്ക് വരും. കാരണം നമ്മൾ ഇത് നിത്യം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മൾ ഇങ്ങനെ പലരിൽ നിന്നും ഈ അറിവുകൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പക്വതയിലേക്ക് നമുക്ക് കുറേ കഥകളും കാര്യങ്ങളും കേട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. നമുക്ക് ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള നിർഭയത്വം, ത്യാഗ മനോഭാവം, ഉറച്ച ചിന്താഗതി, ഇതെല്ലാം വരണമെങ്കിൽ പ്രശ്നങ്ങൾ നേരിടാനുള്ള ഡെവലപ്പ് ചെയ്ത് ചിന്തിച്ചെടുക്കണം. കായംകുളത്തുനിന്ന് സരസ്വതിയാണ് ഞാൻ സംസാരിച്ചത്. പിന്നെ മറ്റൊന്നുള്ളതേ, ഈ സംഭവാമി യുഗേ എന്ന് ഉള്ളത് പലരും സംഭവിക്കാനുള്ളത് സമയാസമയങ്ങളിൽ സംഭവിക്കും എന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. അത് ശരിയല്ലല്ലോ അല്ലേ? സംഭവിക്കാനുള്ള സംഭവിക്കും വേണമെങ്കിൽ പറയാം. അത് പക്ഷെ പലരും ആ രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ്. അഹം സംഭവാമി എന്നുള്ളതാണല്ലോ, ഞാൻ ജന്മമെടുക്കും എന്നുള്ള അർത്ഥമാണല്ലോ അതിന് വരുന്നത് അല്ലേ? അതെ. ഈ അഹം എന്ന് പറഞ്ഞാല് ജീവാത്മാവും പരമാത്മാവും രണ്ടായിട്ട് നമുക്ക് മായ കൊണ്ട് തോന്നപ്പെടുന്നെങ്കിൽ വാസ്തവത്തിൽ ഒന്നാണ്. അതാ ഞാൻ ശങ്കരാചാര്യരെ കോട്ട് ചെയ്തത്. നമ്മൾ ഈ ഒന്നായിട്ടുള്ള പരമാത്മാവിനെ ജീവാത്മാവ് മായ കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ളത് ഈ പരമാത്മാവിന്റെ അംശം തന്നെയാണ് ജീവാത്മാവ്. അത് കർമ്മഫലം ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ജീവാത്മാക്കളായിട്ടുള്ള നമ്മളിൽ കൂടെ ഒരു കാര്യം, ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറയാം, മുഴുവൻ ശരിയല്ല എന്നാലും ഞാൻ പറയാം. ഇപ്പൊ ഗാന്ധിജിയിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ? ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ മാർഗം നേരിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് സ്വാതന്ത്ര്യം. അവിടെ ഭഗവാൻ അവതരിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കാരണം തദാത്മാനം സൃജാമ്യഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തദാത്മാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മരൂപത്തിലുള്ളത് തന്നെയാണ് ജീവജാലങ്ങളുടെ ആത്മരൂപത്തിലിരിക്കുന്നത്. അത് അവിടെ അവതരിച്ച് അത് കറക്റ്റ് ചെയ്യും. ഒരു ഇംബാലൻസ് ഉള്ള
പ്രപഞ്ചത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആ ബാലൻസിങ് കറക്റ്റ് ചെയ്യും. ചില ഭൂകമ്പങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ യുദ്ധങ്ങൾ. കാരണം മാനവരാശി ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ യുദ്ധങ്ങളിലൂടെ കുറേ എത്ര പേര് ഈ ഇസ്രായേൽ യുദ്ധത്തിൽ എത്ര പേരാ മരിച്ചിരിക്കുന്നത്? നമുക്ക് പറയുമ്പോൾ അതിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് കയറി ചിന്തിക്കേണ്ടി വരും. അതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് തെളിയിക്കാൻ വഴിയൊന്നുമില്ല. പക്ഷെ ഇതിൽ കാലാകാലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നല്ലതായി ചർച്ച നല്ലതാ. ശ്രീധരൻ ചേട്ടൻ, ഡോക്ടർ ശ്രീധരൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടന്റെ അഭിപ്രായങ്ങളൊന്നും കേട്ടില്ലല്ലോ. ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ, കേൾക്കാമോ? കേൾക്കാം. അതായത് ഈ ഭഗവത്ഗീതയുടെ അവസാനം, അതായത് 700-ാമത്തെ ശ്ലോകം കഴിഞ്ഞിട്ട് ഒരു വാചകം പറയുന്നുണ്ട്, ഭഗവത്ഗീതാസു ഉപനിഷത്സു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ചിലർ ഇതിന് പറയുന്ന ഭഗവത്ഗീത ഉപനിഷത്താണ്, പിന്നെ ഭാരതത്തിലേക്ക് ചേർത്ത വച്ചാന്ന് പറയുന്നുണ്ട്. ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ പറ്റുമോ? അത് ഉപനിഷത്ത് വാക്യം തന്നെയാണ് ഭഗവത്ഗീതയിലുള്ളത് മുഴുവനും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, പ്രസ്ഥാനത്രയത്തിൽ പെട്ടതാണ് ഇത് മൂന്നും. പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ വ്യാസവിരചിതമാണ്. അതിൽ ഉപനിഷത്ത് പല ഋഷിമാര് പല കാലങ്ങളിൽ ചിന്തിച്ചും പഠിച്ചും ധ്യാനിച്ചും നിരീക്ഷിച്ചും അനുഭവിച്ചും എഴുതി വെച്ചതാണ് ഉപനിഷത്തുകൾ. അത് തിയററ്റിക്കലാണ്. അത് പലപ്പോഴും പിന്നെ തത്വാധിഷ്ഠിതമാണ്. എങ്ങനെ നന്നായിട്ട് നമ്മുടെ മോക്ഷം, ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറയുന്ന 4 പടികൾ കടന്ന് മോക്ഷത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താം എന്നുള്ളത് തിയററ്റിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഉപനിഷത്ത്. അതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ബ്രഹ്മസൂത്രം. അപ്പം ഉപനിഷത്ത്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഇതാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. അറിയാമല്ലോ അല്ലെ? പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് ഇത് മൂന്നുമാണ്. അപ്പൊ ശരിക്കും ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതും ഉപനിഷത്തിലുള്ളത് ഗീതയിലും ഉണ്ട്, ശരിയാണ്. പക്ഷെ ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല ഗീത. കാരണം ഇത് ഉപദേശമാണ്. ഇതുപോലെ ഉദ്ധവ ഉപദേശം ഭാഗവത്തിലുണ്ട്. ഉദ്ധവർക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ട് ഭാഗവത്തിലും ഭഗവാൻ. അത് 7-ാമത്തെ സ്കന്ധത്തില്, ഭാഗവതം സപ്തമസ്കന്ധത്തില് സപ്തമസ്കന്ധത്തിലല്ല, ഏകാദശസ്കന്ധത്തിൽ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഉദ്ധവർക്കും കൊടുത്തിട്ടുണ്ട് ഇതേപോലെ. രണ്ടും 2 കണ്ടീഷനിലാന്ന് മാത്രം. കാരണം സർവ്വസമ്പൂർണ്ണ അവതാരമാണ് ഭഗവാൻ കൃഷ്ണൻ. അതിനകത്ത് അദ്ദേഹത്തിനെ പോലെ നന്നായിട്ട് ഉപദേശിക്കാനും ജീവിതത്തിൽ ഇത് പ്രായോഗികമായിട്ട് കാണിച്ചു കൊടുക്കാനും അദ്ദേഹത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാ സംഘങ്ങളും ഉണ്ടായിട്ടും മക്കളും ഭാര്യ, ഇത്രയും ഭാര്യമാരുണ്ടായി, എല്ലാവരെയും പുള്ളി നിമിഷ നേരം കൊണ്ട് ഉപേക്ഷിച്ചു. വൃന്ദാവനത്തില് ഗോപികമാരെ പുള്ളി പിന്നെ ഒരിക്കലും പോയി കണ്ടിട്ടില്ല. അവർക്ക് കാരണം അത് സംഘം, ആ സംഘാത് സംജായതേ കാമാത് ക്രോധാഭിജായതേ, ഇതൊക്കെ ഒഴിവാക്കി വേറെ ഒരുപാട് പണി പുള്ളിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യം പറയാം, ചെറിയ ചെറിയ രാഷ്ട്രീയക്കാർ ആരെന്ത് പറഞ്ഞാലും പുള്ളിയൊന്നും മൈൻഡ് ചെയ്യാറില്ല. പുള്ളിയുടെ കാര്യങ്ങളുമായിട്ട് ഉത്തരവാദിത്തോടെ മുമ്പോട്ട് പോകുന്നു. അതേപോലെ തന്നെയാണ് ഇത്. നിസ്സാര കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാതെ ചെയ്തത് ഉപദേശമാണിത്. അപ്പൊ അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് 25 തൊട്ട് 42 വരെയാന്ന് തോന്നുന്നു. ഭീഷ്മപർവത്തിൽ, അതായത് മധ്യേ മഹാഭാരതം, വ്യാസദേവൻ തന്നെ, വ്യാസനാണല്ലോ മഹാഭാരതം എഴുതിയത്. വ്യാസൻ തന്നെ പല പുരാണങ്ങൾ എഴുതി. വ്യാസന്റെ അച്ഛൻ പരാശരനും എഴുതിയിട്ടുണ്ട് പല പുരാണം. വിഷ്ണു പുരാണം ഒക്കെ പരാശര മഹർഷിയുടെയാണെന്നാണ് പറയുന്നത്. വ്യാസന്റെ അച്ഛൻ പരാശരൻ ആണല്ലോ. അപ്പൊ ആ പരാശര മഹർഷി എഴുതിയ പോലെ തന്നെ ഇദ്ദേഹം എഴുതിയതിലും ഇത് കടന്നുകൂടിയിട്ടുണ്ടാവും. സാമ്യം എന്തായാലും ഉണ്ട്. കാരണം ഉപനിഷത്ത് എന്ന് പറയുന്നത് തന്നെയാണ് ഭഗവത്ഗീത. പക്ഷെ ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതല്ല. ഒരു ഭഗവത്ഗീത ഉപനിഷത്ത് എന്നും പറഞ്ഞൊരു ഉപനിഷത്തല്ലല്ലോ. അത് മഹാഭാരതത്തിൽ നിന്ന് എടുത്ത് വേറെ സെപ്പറേറ്റ് ടെക്സ്റ്റായിട്ട് മാറ്റിയിട്ട് നമുക്കത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഉപനിഷത്ത് സത്യങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം അതിൽ ഓം ശാന്തി ശാന്തി എന്നുള്ള ശാന്തി മന്ത്രം പറയുന്നില്ലെന്നേ ഉള്ളൂ. ഉപനിഷത്ത് വാക്യം എന്ന് ഗീതയെ പറയുന്നുണ്ട്. കറക്റ്റാണത്. ഈ ഉപനിഷത്തൊന്നും പെട്ടെന്ന് ആദ്യം ഇതിൽ ഗീത ഇതിൽ നിന്ന് പിന്നെ എടുത്ത് സെപ്പറേറ്റ് ആക്കി വെച്ചാണ് പറഞ്ഞതല്ലേ? ഗീത പിന്നീട് സെപ്പറേറ്റ് ആക്കിയതാണ്. ആദ്യം ഇതിൽ ഭാഗവത് തന്നെ അല്ല, മഹാഭാരതം തന്നെ ഉണ്ടായിട്ട് പിന്നെ അതിൽ നിന്ന് ഈ ഭാഗം എടുത്ത് മാറ്റിയതാണെന്നാണ് പറയുന്നത്. അതെ, മഹാഭാരതത്തിൽ തന്നെ ആദ്യം ഉണ്ടായത്. ഇനി വേറൊരു കാര്യം പറയാം. മഹാഭാരതമാണോ ഭാഗവതമാണോ ഉണ്ടായെന്ന് ചോദിച്ചാൽ മഹാഭാരതം ആദ്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ ഭാഗവതം എഴുതുന്നത്. ഭാഗവതത്തെ മുഴുവൻ തത്വമൂല്യ സിദ്ധാന്തങ്ങളാണ്.
മഹാഭാരതത്തിൽ ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്നുള്ള പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ധർമ്മം എവിടെ? ധർമ്മത്തിന് വേണ്ടി ഊന്നൽ കൊടുത്തു. എങ്ങനെ ധർമ്മം നോക്കി ചെയ്യണം? അവിടെ ഭൗതികത കൂടുതൽ വന്നു. കാരണം അവിടെ ആധ്യാത്മികതയേക്കാൾ കൂടുതൽ ഭൗതികതയാണ്. അങ്ങനെ മഹാഭാരതം എഴുതി കഴിഞ്ഞിട്ടും വ്യാസനൊരു തൃപ്തിയില്ലാതെ വന്നിട്ടാണ് ഭാഗവതം എഴുതുന്നത്. അത് നാരദമുനിയുടെ ഉപദേശപ്രകാരമാണെന്നാണ് പുരാണം പറയുന്നത്. വ്യാസന് ദുഃഖിതനായിട്ട് കാണപ്പെട്ടു എന്നാണ്. വ്യാസൻ പോലും ദുഃഖിതനായിട്ട് കാണപ്പെട്ടു എന്ന് ആലോചിച്ച്. അപ്പൊ വ്യാസൻ ദുഃഖിതനായപ്പം അതിനുള്ള മാർഗം എന്താണെന്ന് ആലോചിച്ചപ്പം നാരദ മഹർഷി തന്നെ ഉപദേശിച്ചു, ഭാഗവതം തത്വമൂല്യ സിദ്ധാന്തങ്ങളും വേദാന്തങ്ങളും കോർത്തൊരു മാല പോലെ ഭാഗവതം എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഭാഗവതം എഴുതിയപ്പോഴാണ് അത് സമ്പൂർത്തി വന്നത്. ഭാഗവതത്തിൽ ഒരുപാട് തത്വങ്ങളുണ്ട്, കഥകളുമുണ്ട്, തത്വങ്ങളുണ്ട്. കാരണം അത് ഭഗവാനെ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. മറ്റൊരു പറഞ്ഞാൽ ഈശ്വര തുല്യമായ ഭഗവാനെ നമുക്ക് ഭാഗവതത്തിൽ കാണാം. മഹാഭാരതത്തില് മനുഷ്യകൃഷ്ണനെ കാണുന്നത്. ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്തു, ആ മനുഷ്യൻ ചെയ്ത കാര്യങ്ങളൊക്കെ അത് കൂടുതലും പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഏത് കള്ളെന്നുള്ള വിളി കേട്ടു, ചീത്തപ്പേര് കേട്ടു, പെണ്ണുപിടി എന്നുള്ള പേര് കേട്ടു, അതുപോലെ തന്നെ ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യേണ്ടി വന്നു. നല്ല ചോദിക്കേ, അർജുന്റെ ഡ്രൈവർ ദൂതനായിട്ട് പോയി, വല്ല കാര്യമുണ്ടോ ഭഗവാന്? ദൂതനായിട്ട് കൗരവസഭയിൽ പോകേണ്ട കാര്യമുണ്ടോ? അതിനെക്കുറിച്ച് പശ്ചാത്താപിക്കുന്നുണ്ട് നമ്മുടെ ധർമ്മപുത്രർ. ഭഗവാനെ ദൂതനായിട്ട് ഞാൻ വിട്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ മനുഷ്യന് മാനുഷികമായ എല്ലാ വീക്ക്നെസ്സും ഉണ്ടായിരുന്നു. ആ രീതിയിലാണ് ഭഗവാനെ അത് കാണുന്നത്. ഇതിനകത്ത് കൊടുക്കുന്ന പക്ഷെ അങ്ങനെയല്ല. ഇതിൽ ശരിക്കും പറഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ചെറുപ്പത്തിലെ തന്നെ പൂതനെ പോലുള്ള പൂതന മോക്ഷം ഒക്കെ അതാണ്. ഭഗവാൻ തൊട്ട് കൊന്നു കഴിഞ്ഞാൽ അപ്പം മോക്ഷമാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഈ കാളിയനെ കൊന്നിട്ടില്ല, ഒരു പാട്ടിലുണ്ട്, കാളിയനെ കൊന്നതിനാലാണോ എന്നൊക്കെ. എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരും. കൈതപ്രം എഴുതിയതാണ്. പക്ഷെ അങ്ങനെ ഒരു കാളിയനെ കൊന്നതായിട്ട് പറയുന്നില്ല. അങ്ങനെ ഇല്ല ഭാഗവത്തിൽ. കാളിയനെ മോക്ഷം കൊടുത്ത, കാളിയനെ ക്ഷമിച്ച് വിടുകയാണ് രമണഗദ്വീപിലേക്ക് ഭാര്യമാരുടെ അപേക്ഷപ്രകാരം. കാളിയനെ കൊന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എല്ലാം നമുക്ക് 100% തെളിയിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ എസെൻഷ്യൽ പാർട്ട് മാത്രം, ക്രീം ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താം. ഭഗവത്ഗീതയുടെ ഗുണം അതാണ്. മറ്റ് ശാസ്ത്രങ്ങൾ വെച്ച്, മറ്റ് മതഗ്രന്ഥങ്ങൾ വെച്ചൊക്കെ പറയുന്നതല്ലേ, ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ അത് തീർച്ചയായിട്ടും പഠന വിഷയമാക്കി. മാനേജ്മെന്റ് സയൻസിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുകൊണ്ടാണ്. നമ്മളെ എതിർക്കുന്നവര്, നമ്മുടെ ധർമ്മം നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ, ധർമ്മം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതൊന്നും നോക്കണ്ട. നമ്മൾ പ്രൊസീഡ്, യു ജസ്റ്റ് പ്രൊസീഡ്. നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടല്ലോ, നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അശോച്യാൻ അന്വശോചസ്തം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂനും അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിത. ഇതൊരൊറ്റ വാദം മതി ജീവിക്കാൻ. അതിനകത്ത് ഒരുപാട് കാര്യം വേറെയുണ്ട്. വസ്ത്രം മാറുന്നത് പോലെയാണ് ആത്മാവ് ശരീരം സെലക്ട് ചെയ്യുന്നത്. അതിനകത്ത് വേറെയുണ്ട്. നമുക്ക് സമയമില്ലാത്തതന്നെ ആ ശ്ലോകങ്ങളൊന്നും പറയാത്തത്. എനിക്കറിയാം അതിലെ കുറച്ച് സാങ്കേതികത്തിലെ കുറെ ശ്ലോകങ്ങള്, അനുകരണീയമായ കുറെ ശ്ലോകങ്ങളുണ്ട്. ഇത്രയും നല്ല ഈ സമയം, അങ്ങ് ഈ 1 മണിക്കൂർ സമയം ഭഗവാന്റെ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി തന്നു. വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച ആ സഭയോട് വളരെയധികം നന്ദിയും സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം അങ്ങയോടും വളരെയധികം സ്നേഹം പറഞ്ഞുകൊള്ളുന്നു. സന്തോഷം. ജയ് ശങ്കര. സംഘാടകരൊക്കെ പോയോ? അതോ ഉണ്ടോ? ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ലാന്ന് കരുതാമോ? വേണ്ട. സമയം നമ്മൾ മുമ്പാരെയായി. അപ്പൊ 8 മണി മുതൽ ഇരിക്കുകയാണല്ലോ നമ്മള്. ഏതായാലും ഈ സെഷൻ ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഞാൻ ഒറ്റ വാക്കില് മടവനും ഉണ്ണിഷേട്ടനുള്ള സബരിയുടെ സംഘാടക സമിതിയുടെയും എറണാകുളം ജില്ലാ യോഗക്ഷേമ സഭയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത് ഇത്രയും നേരം നമ്മളോടൊപ്പം ഏകാഗ്രതയോടുകൂടി ഭഗവാന്റെ ആ യുദ്ധ കളത്തിലുള്ള സംഭവങ്ങളെ മറ്റ് ജീവിതത്തിലെ പല ഇതുമായിട്ട് കോർത്തിണക്കി പറയുന്ന ആ അവസരത്തിൽ ശ്രദ്ധയോടെ കേട്ടിരിക്കുകയും ഇതിലെ തത്വങ്ങൾ മനസ്സിലാക്കുകയും സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ജീവിതത്തിൽ നമ്മൾ ഓരോ തലത്തിലും ചെല്ലുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഭഗവാൻ ആരെ കൊന്നാൽ പോലും മോക്ഷമാണ്, അനുഗ്രഹിച്ചാലും മോക്ഷമാണ് എന്ന് പറഞ്ഞ കാര്യം അത് നിങ്ങളുടെ ആ പ്രവൃത്തി അനുസരിച്ചാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ അതീവ ദുഷ്ടന്മാരായിട്ടുള്ള അസുരന്മാർ പോലും തപസ് ചെയ്ത്
അനുഗ്രഹങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് നമുക്കറിയാം. നിങ്ങളുടെ ശ്രദ്ധ വലിയൊരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ താല്പര്യം ഗുണകർമ്മ വിഭാഗച്ച എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഗുണത്തിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഫലം കിട്ടുക. നേരത്തെ നീലേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ ഗുണത്തിലും കുറച്ചും കൂടി മറ്റൊരാൾക്ക് നന്മ വരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഗുണമെങ്കിൽ അത് നമ്മളെ ചാതുർവർണ്ണത്തിന് ആദ്യത്തെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഗുണമായിട്ട്. പക്ഷെ ഈ 4 വർണ്ണത്തിന് ഉപരിയായിട്ട് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്താ പറയുന്നത് ആധ്യാത്മികതയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ബ്രാഹ്മണ്യം എന്ന് പറയാം, നമ്മളെ എല്ലാ ലോകാസമസ്ത എന്ന് പറയുന്ന ആ ബ്രാഹ്മണ്യത്തിനാണല്ലോ ഒരാൾക്ക് യാചകന് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലാവും അവന്റെ സന്തോഷം ഒന്ന് കാണുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മുടെ 4ാമത്തെ ഗുണ ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഞാൻ പറയണമെന്നേ ഉള്ളൂ, ഓരോരുത്തരുടെ മനസ്സിനനുസരിച്ച് നമുക്ക് തന്നെ വ്യാഖ്യാനിക്കാം. പക്ഷെ അതുപോലും വെടിയണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുപോലും ഒറ്റ മിനിറ്റ്, ഞാനത് പറഞ്ഞല്ലേ, ഇപ്പൊ ഈ നമ്മുടെ ലോകാസമസ്ത എന്ന് പറയുന്ന ഒരു ഈച്ചെ പോലും നമുക്ക് നമ്മുടെ ഇത് പറയുന്ന അനുസരിച്ച് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താൻ ന്യായേണ മാർഗേണ മഹിമകേശാൻ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നാ. ലോക മനുഷ്യ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടില്ല, ലോക ബ്രാഹ്മണ സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടില്ല, ലോക ഹിന്ദു സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇത് എല്ലാ ജീവികളും ചേർന്നതാണ് ഈ ലോകം. ഈശ്വര സർവഭൂതാന ഹൃദയശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായ. അത് 61-ാം ശ്ലോകം, ലാസ്റ്റ് 18-ാം അധ്യായത്തിൽ. അതിൽ പറയുന്ന അനുസരിച്ച് നമ്മൾ നാളെ ഈ പുഴുക്കളോ പുല്ലുകളോ ആയിട്ട് ജനിക്കേണ്ടവരാണ് കർമ്മഫലം അനുസരിച്ച്. അപ്പൊ എല്ലാവരും സുഖമായിരുന്നാലേ ഇത് ബാലൻസിങ് ഉള്ളൂ. ആ ബാലൻസിങ് ആണ് ഹിന്ദുമതം സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. ഈ ഗുണകർമ്മ വിഭാഗശ എന്ന് പറയാതെയാണ് ഈ എതിര് പറയുന്നവരും നമ്മളെ ദുഷിക്കാൻ പറയുന്നത്. ആ മണ്ഡലം നമുക്ക് എതിർക്കാൻ കഴിവില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാ? ഗുണകർമ്മ വിഭാഗശ എന്ന് ഉപയോഗിക്കില്ല അവര്. ചാതുർവർണ്ണ്യം അത് മാത്രമേ എടുക്കും. അതാണ് നമ്മൾ പഠിക്കണം. ഓക്കെ. അല്ല, പൂന്താനത്തിന്റെ ആണെങ്കിലേ നമ്മള് ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഈ നമ്മുടെ ഈ ധർമ്മത്തിന് ദോഷകരമായിട്ട് പറയാൻ എടുക്കുന്ന ഒരു വാക്ക് ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു എന്നുള്ള വാക്കാണ് എടുക്കുന്നത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ പ്രധാന ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു കഷ്ണം മാത്രം എടുത്തിട്ട് അതിന് പുളിയാണെന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ മുഴുവനായിട്ട് കഴിക്കുമ്പോഴേ ആ വസ്തുവിന്റെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നുള്ളൂ. എന്തുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ കാലത്താണെങ്കിലും പറയാം, നമുക്ക് മറ്റുള്ളവരെ പറ്റി എന്തെങ്കിലും ദോഷമായിട്ട് പറയാൻ അറിയില്ല. നമ്മളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു തത്വത്തെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും അങ്ങനെയാണ്, നമ്മളെ തന്നെ സ്വയം പരിഹാസ്യരായിക്കൊണ്ട്. അല്ലെങ്കിൽ അത് ഞാൻ നമ്മുടെ രണ്ട് ഈ സമുദായം എന്ന് പറയട്ടെ, അല്ലെ 2 സംസ്കാരങ്ങളിലേ കണ്ടിട്ടുള്ളൂ. ഒന്ന് നമ്മുടെ ബ്രാഹ്മണരുടെ ഇടയിൽ, മറ്റൊന്ന് ഇവരുടെ ഇടയിൽ, സർദാർജിമാരുടെ ഇടയിൽ. അവരും ഇങ്ങനെയാണ്, സ്വയം വിമർശിച്ചുകൊണ്ട് സ്വയം പരിഹാസ്യരായിക്കൊണ്ട് അവർ ഇതിനെ തീർക്കും. അതായത് ഒരു തത്വത്തെ അവതരിപ്പിക്കും, ഒരു സാമാന്യ തത്വത്തെ. അപ്പൊ ഇതേപോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഗുണം എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഗുണം. അപ്പൊ ആ ഗുണം എനിക്ക് ഒന്നുകൂടി. അപ്പൊ ഇടയ്ക്കൊരു കോൾ വന്നു, ഏട്ടന് കയറാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ചെയർമാൻ കണക്ഷൻ ഇതായിപ്പോയി, അപ്പോൾ അത് വിളിച്ചതാണ്. അത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നമ്മൾ ഓരോ സമയത്ത് നമ്മൾ ഒരു ദിവസം തന്നെ ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും വൈശ്യനുമായിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? നമ്മുടെ ഓരോ ചിന്തകൾക്കനുസരിച്ച് നമ്മൾ, അതായത് അവൻ നശിക്കണം എന്ന് വിചാരിച്ച സംശയമൊന്നുമില്ല, അതിന് ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ അവനിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചാൽ അത് വേറൊരു തലമാണ്. അല്ലെങ്കിൽ എനിക്കും അവനും നന്നാവണം, അവനും കൂടെ ഗുണം ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇതിലൂടെ ഞാൻ അവനേക്കാൾ അല്പം ഉയർന്നു നിൽക്കണം, അവൻ എൻ്റെ കീഴ്, അങ്ങനെയൊക്കെ നമ്മൾ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യോ പ്ലീസ്? ഞാൻ വീഡിയോ ഒന്ന് കണ്ടാൽ കൊള്ളാം. ഒരു മിനിറ്റ് മുഖം മാത്രം. അതെ, ചാർജ് ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കൂടുതൽ പറഞ്ഞു നമ്മൾ ഒരുപാട് നീട്ടലില്ലാതെ. ശ്രീധർ കടമ്പനാലാണ് ഇപ്പോ യോക്ഷേമസഭയുടെ ഒരു ചോദനയുണ്ട്, സിആറുമായിട്ട് കൂടി ചോദനയുണ്ട്. നമ്മുടെ വഴിയിൽ വരണം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മള് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ത്രിഗുണാത്മകമാണ്. നമ്മൾ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ നമ്മളിൽ തന്നെ മാറി മാറി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്വഭാവം 3 തരത്തിലനുസരിച്ച് 4 വർണ്ണങ്ങള്, അതനുസരിച്ച് 4 വർണ്ണങ്ങളും നമുക്ക് വരും. ചിലപ്പോ ശൂദ്രന്റെ സ്വഭാവം നമ്മൾ കാണിക്കുന്നുണ്ട്. അതെ, നമ്മൾ തന്നെ കാണിക്കുന്നുണ്ടല്ലോ. നമ്മള് അത് ജന്മം കൊണ്ടല്ല. ബ്രാഹ്മണ എന്താ പറയുന്ന ഗോബ്രാഹ്മണേഭ്യ ശുഭവസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉന്നതമായി ചിന്തിക്കുന്നവരൊക്കെ നന്നാവട്ടെ എന്നാണ്.
ആ ചിന്ത നമുക്ക് ഉണ്ടാവും, അല്ലെ എപ്പോഴും എല്ലാവരിലും ആ ചിന്ത ഉണ്ടാവട്ടെ എന്നുള്ള ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണനാവാൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും നല്ല ചിന്തകൾ നമ്മുടെ ഒരുപാട് ഗ്രന്ഥങ്ങളിലുണ്ട്, പുരാണങ്ങളിലുണ്ട്, ഉപനിഷത്തിലുണ്ട്, വേദങ്ങളിലുണ്ട്. വേദങ്ങളൊക്കെ എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ ഡീപ്പായി പോയി, നമുക്കൊന്നും പെട്ടെന്ന് ഒരു ജന്മം കൊണ്ടൊന്നും അത് മനസ്സിലാക്കി പൂർണ്ണമായിട്ട് എടുക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയാണ്. സാധാരണ ഏറ്റവും സാധാരണമായിട്ട് ഒരു സിറ്റുവേഷനെ മാത്രം വെച്ചുകൊണ്ട് ഇത്രയും വലിയ തത്വങ്ങൾ അവതരിപ്പിച്ച വേറൊരു ഗ്രന്ഥം ഈ ലോകത്തില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് യാതൊരു ഇത് വിഭാഗീയതയില്ലാതെ ലോകത്ത് പല സ്ഥലത്തും ഇതിപ്പോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഏതായാലും ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും സബരിയുടെ ഹൃദയത്തിന്റെ ഭാഷയെ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് തന്നെ നമ്മളെ ഇതുപോലെ കുറച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച, അല്ലെങ്കിൽ അതുപോലെ അവസരം ഉണ്ടാക്കിയ മാടവന കൃഷ്ണേട്ടനും സബരിയുടെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ശ്ലോകങ്ങൾ ഇനിയും തുടരും, കഥകൾ ഇനിയും തുടരും, അധ്യായങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. പുസ്തകങ്ങളും ചിന്തകളും കലയും പാട്ടും നൃത്തവുമായിട്ട് നമ്മൾ ഇനിയും മറ്റൊരവസരത്തിൽ വരും വരെ അടുത്ത ഒരു സബരിയുടെ സംഗമത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കണമെന്ന് എല്ലാവരോടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സഭാംഗങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. ഹരി ഓം. മധുവ പറഞ്ഞു, കുറച്ചു നാളായി കണ്ടിട്ട്. രമണിയടുത്തേക്ക് ഉണ്ടോ? ഫോണില് ചാർജ് കുറവായിരുന്നു, അപ്പൊ എന്താ വെച്ചാൽ വീഡിയോ ഓൺ ചെയ്താൽ ചിലപ്പോ. ഈ ഗീതയുടെ എന്നൊക്കെയാണ് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അല്ല, അങ്ങനെയല്ല. നമ്മള് ഇപ്പൊ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിരിക്കും ഭഗവത്ഗീത. വീണ്ടും നമ്മള് മറ്റൊരു അവസരത്തിൽ ഇപ്പൊ ഉണ്ണികൃഷ്ണൻ തന്നെ ആയിക്കണമെന്നില്ല, നമ്മൾ വേറൊരാളുടെ ആംഗിളിൽ കൂടി കാണുമ്പോഴും നമ്മൾ അതിൽ കുറച്ചും കൂടെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമല്ലോ. ഉണ്ണികൃഷ്ണൻ തന്നെ, ഉണ്ണികൃഷ്ണന്റെ സമയമുള്ളപ്പോൾ ഉണ്ണികൃഷ്ണൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോയി